أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبع الهدى إلى يوم الدين. أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حبلا. സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പരമാവധി സൂക്ഷിക്കണം എന്ന് ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ റമളാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 9 മണിക്ക് ഈ പള്ളിയിൽ തറാവീഹ് നമസ്കാരം നടക്കേണ്ടതുണ്ട്. സുദീർഘമായ ഒരു സംസാരത്തിന് സന്ദർഭമല്ല. എന്നിരുന്നാൽ പോലും നമസ്കാര സമയമാവുന്നത് വരെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ നമ്മെ പൊതിയുന്ന, അവൻ നമ്മെപ്പറ്റി അഭിമാനത്തോടുകൂടി സംസാരിക്കാൻ മാത്രം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിലും സന്ദർഭത്തിലും ഈ വിശുദ്ധമായ മാസത്തിൻ്റെ ആരംഭം നമ്മൾക്ക് ചെലവഴിക്കാൻ സാധിച്ചു എന്നത് വലിയ അനുഗ്രഹമായി നമ്മൾ കാണേണ്ടതുണ്ട്. ഒരല്പസമയം നിങ്ങളുടെ ശ്രദ്ധ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും നാട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഏത് നാട്ടുകാരനാണെങ്കിലും ഏത് ഗ്രാമത്തിൽ താമസിക്കുന്നവനാണെങ്കിലും തൊട്ടടുത്ത് അത്യാവശ്യത്തിന് വേണ്ടി പോയി വരാറുള്ള ചെറിയ പട്ടണങ്ങളിൽ ഒരു പതിവ് കാഴ്ചയുണ്ട്. ഏത് നഗരങ്ങൾക്കും ഒരു നഗരക്കാഴ്ചയുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, വളരെ പഴയ മോഡൽ ഒരു കാറ്. ആ മോഡൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമല്ല. പെട്ടെന്ന് കണ്ടാൽ അത് സ്റ്റാർട്ടാവുമോ ഇല്ലേ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. അത്തരത്തിലുള്ളൊരു കാർ. ആ കാറിൻ്റെ മുകളിൽ ഒരു ചെറിയ സൗണ്ട് ബോക്സ്. ആ സൗണ്ട് ബോക്സിൽ നിന്ന് നിരന്തരമായ ഒരു അനൗൺസ്മെൻറ്റ്. അപ്പോൾ ഈ അനൗൺസ്മെൻറ്റിലുള്ളത് നാളെ 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 അല്ല മറ്റന്നാൾ നറുക്കെടുക്കുന്ന കേരളത്തിൻ്റെ ലോട്ടറി, 1ാം സമ്മാനം 10 ലക്ഷം രൂപ മാരുതി കാറും. ഉള്ളിൽ നിന്നൊരു കൈ മാത്രം പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നു. അതിലേതാനും ടിക്കറ്റുകൾ ആടി കളിക്കുന്നു. ചിലർ പോയി ടിക്കറ്റ് എടുക്കാറുണ്ട്. അതെടുക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ചേതോവികാരം എന്ത്? അഥവാ അടുത്ത നറുക്കെടുപ്പിൽ 1ാം സമ്മാനം കിട്ടുന്ന ടിക്കറ്റ് ഞാൻ എടുത്തതാണെങ്കിൽ വെറുതെ ഈ മരുഭൂമി വന്ന് വേർപ്പ് കൂട്ടേണ്ട ആവശ്യമില്ല, നാട്ടിൽ സുഖമായി ജീവിക്കാം എന്ന പ്രതീക്ഷ, നാളെ വരാനിരിക്കുന്ന ഒരു നേട്ടം മുമ്പിൽ കണ്ട് ആ നേട്ടത്തിന് അർഹനാവാൻ ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രം നൽകപ്പെട്ടതാണ്. അതാണ് മനുഷ്യൻ അവിടെ ടിക്കറ്റ് എടുക്കുന്ന ഓരോരുത്തരും. മറ്റൊന്ന്, നമ്മളൊരു വാഹനം വാങ്ങി. ആ വാഹനം റോഡിലിറക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാറുള്ളത് അത് ഇൻഷൂർ ചെയ്യാണ്. എന്തിനാണ് ഇൻഷൂർ ചെയ്യുന്നത്? വാഹനത്തിന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ എനിക്ക് നിയമപരമായ ഒരു പരിരക്ഷ ലഭിക്കണം. ഒരാളൊരു വാഹനം വാങ്ങാൻ ഒരു കടയിൽ ചെന്ന് വാഹനം വാങ്ങുമ്പോൾ ഇത് ഇന്ന ഡേറ്റിന് ഇത്ര മണിക്ക് അപകടത്തിൽപ്പെടും എന്ന് പറഞ്ഞാൽ ആരും വാങ്ങൂല. പക്ഷേ ഏതൊരാളും വാഹനം വാങ്ങി അത് റോഡിലിറക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന പണി ഇൻഷൂർ ചെയ്യാൻ. എന്തിനാണ്? വരാനിരിക്കുന്ന ഒരു അപകടം ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കാണുവാനും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട പ്രവർത്തനം ചെയ്യുവാനുമുള്ള കഴിവ്, മനുഷ്യന് നൽകപ്പെട്ട കഴിവ് അവന് വിനിയോഗിക്കാൻ. മെയ് മാസം കഴിഞ്ഞ് ജൂൺ ആകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ പുസ്തകവും ബാഗും കുടയും സ്കൂൾ യൂണിഫോമും സംഘടിപ്പിക്കാൻ പ്രയാസപ്പെടുന്നു. എന്തിനാണ്? സ്കൂൾ തുറന്നാൽ അത് ആവശ്യമുണ്ടാവും. അതേപോലെ തന്നെ മഴക്കാലമാകുന്നതിന് മുമ്പ് വീട് കെട്ടിമെയ്യുന്നു നമ്മൾ. ഇതൊക്കെ അവരൊക്കെ കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾക്ക് വരാനിരിക്കുന്ന ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു കോട്ടം, ആ നേട്ടം നേടുവാനും ആ കോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും
ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വിശുദ്ധ ഖുർആൻ ഈ നല്ല സ്വഭാവത്തെ അംഗീകരിക്കുക ചെയ്തത്. എന്നോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ പടച്ചവനെ സൂക്ഷിക്കണം, വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും പരിശോധിക്കട്ടെ എന്നാണ്. നാളെയെപ്പറ്റിയുള്ള പ്രതീക്ഷയാണ് സത്യത്തിൽ നമ്മെ ഈ മണരാടനത്തിൽ എത്തിച്ചത്. ദുനിയാവിലെ നാളെയെ സംബന്ധിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠയും ആശങ്കയും ആശയുമാണ് നമ്മെ ഈ ദുനിയാവിൽ ഈ ഭൂമിയിൽ എത്തിച്ചിട്ടുള്ളത്. മനുഷ്യനോട് അല്ലാഹു പറയാണ്, ആ സ്വഭാവ ഗുണങ്ങൾ ദുനിയാവിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ പോരാ, നിങ്ങൾ പരലോകത്തിന് വേണ്ടി കൂടെ ഉപയോഗിക്കണം. എന്ത്? ഈ ദുനിയാവിൽ നിന്ന് മരണത്തോടുകൂടി ഈ ദുനിയാവിലെ ജീവിതം അവസാനിപ്പിച്ച് പരലോകത്തേക്ക് പോകേണ്ടവരാണ് നമ്മൾ. ഡേറ്റിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവാം, അത് നാട്ടിൽ പോകുന്നിടത്തുണ്ടല്ലോ. ഖത്തറിൽ വന്ന എല്ലാവരും ഒരു ദിവസമല്ലല്ലോ നാട്ടിൽ പോര്. അതുപോലെ തന്നെ ദുനിയാവിലേക്ക് വന്ന നമ്മളെല്ലാവരും ഒരു ദിവസമല്ല മരിച്ചവർ. ഡേറ്റിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇന്നാലില്ല, ഞാനും പോകേണ്ടത് തന്നെയാണ്, പക്ഷേ ഡേറ്റ് ചെറിയ ടിക്കറ്റ് ഓക്കായിട്ടില്ല. മൂപ്പര ടിക്കറ്റ് ഓക്കായി, മൂപ്പര് പോയി. എൻ്റെ ടിക്കറ്റ് ഓക്കാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു എന്നാണ് ഓക്കാകുക എന്ന് പറയാൻ കഴിയില്ല. ഇത്രേ ഉള്ളൂ, നമ്മൾ പോകേണ്ടവരാ. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ആദ്യം ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ സദസ്സിനോട്. ഈ ക്ലാസും തറാവിയൊക്കെ കഴിഞ്ഞ് ഏതായാലും അത്താഴം കഴിക്കേണ്ടതായതുകൊണ്ട് കിടക്കുമ്പോൾ കാര്യമായിട്ട് ആരും ഒന്നും ഭക്ഷിക്കൂല. ഏതായിരുന്നാലും ഒരു ഗ്ലാസ് വെള്ളം എന്തെങ്കിലും കുടിച്ച് റൂമിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോഴാണ് ഒരു ഫോൺ. ഉടനെ എടുത്തു ഫോൺ, ചിലപ്പോൾ നാട്ടിൽ നിന്നാണ്. അപ്പം നാട്ടിൽ നിന്ന് വിളിച്ചു ചോദിക്കുക, അവിടെ നോമ്പ് ആയിണോ, അല്ലെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചു തരാം, അവിടെ നോമ്പ് ആയിണോ, അവിടെ നോമ്പ് ആയിണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഫോൺ ചെയ്യല്ലോ. അങ്ങനെ ആരോ വിളിച്ചതായിരിക്കും എന്ന് കരുതി ഫോൺ എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറബി അറിയാലോ, എൻ്റെ മാതിരി അല്ലല്ലോ. ഗൾഫിൽ വന്ന് നിങ്ങൾക്ക് എന്നെക്കാളും അറബി അറിയാം. ഹലോ, ആ ആരാണ്? മലക്കുൽ മൗത്താ. പിന്നെ വർത്താനല്ല. ഞങ്ങളെ നാട്ടിലെ ഭാഷയെ പറഞ്ഞാൽ തൊള്ള വണ്ണം വെച്ച് നാവ് കീപ്പെട്ട് വലിഞ്ഞെന്ന് പറയുന്നത് നാവാടെ തന്നെ ഉണ്ടാവും, വർത്താനം പറയാൻ കഴിയൂലെന്നേ ഉള്ളൂ. ആ മനുഷ്യൻ പിന്നെന്താ മറുപടി പറയാം? എങ്ങനെയൊക്കെയോ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്കൊന്നും വേണ്ട, ഞാനൊരു 11:30 മണിയാവുമ്പോൾ എൻ്റെ റൂമിൽ വരാം. എന്തിന്? 11:30 മണിക്കാണ് പടച്ചോൻ എന്നെ മരിപ്പിക്കാൻ പറഞ്ഞു തന്നെ. ഞങ്ങളെ മറുപടി എന്താ? എന്തിനാ നിങ്ങൾ 11:30 ആ നിൽക്കണ്? പെട്ടിനായിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് പോരി, ഞാൻ റെഡി. നിങ്ങൾ ആരോ പറയോ? എന്നാ ചങ്ങായിമാരെ, മരണം അങ്ങനെ മൊബൈലിൽ വിളിച്ചിട്ടാ വരല്? അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? എപ്പം വന്നാലും പോവാൻ റെഡി ആവണമല്ലോ നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇമാം ഖസാലി റഹിമഹുല്ലാഹ് പറയാ, ഒരു മനുഷ്യൻ്റെ കൂടെ 7 മലക്കുകളുണ്ട് എന്നാ. അതിലൊരു മലക്കിൻ്റെ ഡ്യൂട്ടി അവനെ മരിപ്പിക്കലാണ്. ആ മലക്ക് എന്നു മുതൽ അവൻ്റെ കൂടെ ഉണ്ട്? അവന് ജനിച്ച അന്ന് മുതലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓഫീസിൽ പോകുമ്പോൾ എൻ്റെ മരണം എൻ്റെ കൂടെയുണ്ട്. കക്കൂസ് പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ മരണമുണ്ട്. കാറിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മരണം എൻ്റെ കൂടെയുണ്ട്. അങ്ങാടിയിൽ പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ മരണമുണ്ട്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എവിടെ പോയാൽ ആ സമാധാനം കിട്ടുക? എവിടുന്ന് ആ മനുഷ്യൻ എൻ്റെ ജീവിതം അവസാനിക്കുക? ആർക്ക് പറയാൻ സാധിക്കും? അപ്പം ഈ അനിവാര്യമായ മരണത്തിന് ശേഷം അവസാനിക്കാത്ത ജീവിതത്തിലേക്ക് നിങ്ങൾ എന്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും പരിശോധിക്കണം എന്നാണ്. അതിനുള്ള അവസരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. അതിന് വേണ്ടത് നമ്മൾ സമ്പാദിച്ചേ പറ്റൂ. മനുഷ്യൻ നന്നാവുക എന്നുള്ളതാണ് എൻ്റെ ചുരുക്കം. ലുഖ്മാനുൽ ഹക്കീം റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ പേരിലൊരു സൂറത്തുണ്ട് ഖുർആനിൽ, സൂറത്തുൽ ലുഖ്മാൻ. നിങ്ങൾക്കറിയാം, ലുഖ്മാനുൽ ഹക്കീം റഹിമഹുല്ലയെ പറ്റി മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയൊരു കഥ ഉണ്ട്. ഒരിക്കൽ അദ്ദേഹം മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇന്ന് വെള്ളിയാഴ്ച ജുമുഅക്ക് പോയി വന്നെന്ന് തോന്നണമെങ്കിൽ ചോറിന് ഇറച്ചി വേണം. അത് കേരളത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ മോനെ കുറച്ച് ഇറച്ചി വേണം എന്നാണ് മോൻ്റെ കയ്യിൽ കുറച്ച് പൈസ എടുത്തു കൊടുത്തത്. അപ്പോൾ എന്താ ഇറച്ചിയാണ് വേണ്ടത്? വാപ്പ മട്ടൻ ആയിക്കോട്ടെ, അതാ നല്ലത്, ആടിറച്ചി ആയിക്കോട്ടെ എന്നാ. അപ്പോൾ വാപ്പ പറഞ്ഞു, മോനെ ഈ ഇറച്ചി വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു നിബന്ധന വാപ്പക്ക് പറയാണ്ട്. എന്താണ്? നീ ഇന്ന് വാങ്ങുന്നത് ഒരാടിൻ്റെ ശരീരത്തിലെ ഏറ്റവും നല്ല ഭാഗമായിരിക്കണം. ഏതാ ഭാഗം എന്ന് പറഞ്ഞു കൊടുത്തില്ല, ഏറ്റവും നല്ല ഭാഗമാകണമെന്നേ പറഞ്ഞുള്ളൂ. മകനോട്ട് അന്വേഷിച്ചില്ലെന്നാ ഏതാ വാപ്പയാ നല്ല ഭാഗം. പണം വാങ്ങിപ്പോയി ആടിന് അറക്കുന്നിടത്ത് നമുക്ക് ചെന്നാൽ കാണാം, ആടിന് അർത്ഥം അങ്ങനെ തന്നെ കെട്ടി തൂക്കിടലാണല്ലോ, തോലൊക്കെ പൊളിച്ച്. അപ്പോൾ മോൻ ചെന്നിട്ട് കത്തിയെടുത്ത് ആ ആടിൻ്റെ ശരീരത്തിന് ഏറ്റവും നല്ല ഭാഗങ്ങൾ മുറിച്ചെടുത്തു, തൂക്കി പൈസയും കൊടുത്തു, പൊതിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. വാപ്പൻ്റെ കൈ കൊണ്ടു കൊടുത്തു. വാപ്പ ഇങ്ങനെ അഴിച്ചു നോക്കുമ്പോൾ ഏറ്റവും നല്ല ഭാഗം തന്നെയാണ്. അത് പാകം ചെയ്ത് ഭക്ഷിച്ചു. പിറ്റേന്ന് രാവിലെ വാപ്പ പറഞ്ഞു, മോനെ എന്നും വേണം ലേശം ഇറച്ചി കിട്ടുക.
ഇന്നലത്തെ ആ രസം നാവുമെന്ന് പോയില്ല. പക്ഷെ ഇന്ന് നിബന്ധന വേറൊന്നാ. എന്താണ്? ഇന്ന് നീ വാങ്ങേണ്ടത് ഒരു ആടിൻ്റെ ശരീരത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭാഗമായിരിക്കണം. എന്നാൽ ചോദിച്ചോ ഏതാ മോശപ്പെട്ട ഭാഗം എന്ന്? ചോദിച്ചില്ല. അങ്ങനെ പോയി മോന്നല ചെയ്ത മാതിരി കത്തിയെടുത്ത് ഏറ്റവും മോശപ്പെട്ട ഭാഗം മുറിച്ചു, തൂക്കി പൈസയും കൊടുത്തു, വാപ്പൻ്റെ കൈ കൊണ്ടു കൊടുത്തു. ഏറ്റവും മോശപ്പെട്ട ഭാഗം തന്നെയാണ്. ഇത് കണ്ടപ്പോൾ മോനോട് വാപ്പ പറഞ്ഞു, യാ ബുനയ്യ ഖദ് അസബ്ത റുഷ്ദ, മോനെ നിനക്ക് ഇപ്പോഴാ വിവേകം വന്നെന്ന് വാപ്പക്ക് മനസ്സിലായത്. കാരണം ഏറ്റവും മോശപ്പെട്ട ഭാഗം വാങ്ങാൻ പറഞ്ഞപ്പോൾ ഏറ്റവും മോശപ്പെട്ട ഭാഗം വാങ്ങി, ഏറ്റവും നല്ല ഭാഗം വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും നല്ല ഭാഗം വാങ്ങി. എന്നാൽ അങ്ങക്ക് കേൾക്കണം, 2 ദിവസം വാങ്ങിയ ഭാഗം ഒന്ന് തന്നെയാണ്. 2 ദിവസം വാങ്ങിയ ഒന്ന് തന്നെ, അത് ഹൃദയമായിരുന്നു. നോമ്പ് എന്തിനാ? നമസ്കാരം എന്തിനാ? ആരാധന എന്തിനാ? തഖ്വയുള്ളവരാവണം, സൂക്ഷ്മതയുള്ളവരാവണം, മനഃശുദ്ധിയുള്ളവരാവണം. നിങ്ങൾ ആരാധനയെ പറ്റി പറഞ്ഞ് എല്ലാ ആയെടുത്ത് പരിശോധിച്ച് നോക്കൂ. മനുഷ്യൻ നന്നാവണം. അതിനാണ് മുഴുവൻ ആരാധനകളും നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. നമസ്കാരത്തെ പറ്റി പറഞ്ഞ സ്ഥലത്ത് അഖിമിസ് സ്വലാത്ത ലിദിക്രീന, എന്നെ സംബന്ധിച്ചുള്ള സ്മരണ. അത് വെറുതെ പെണ്ണുങ്ങൾ ഓർക്കണ അതിലൊരു ഓർമ്മല്ല. ആ സ്മരണ നിന്നെ നിയന്ത്രിക്കണം. എന്നെ സംബന്ധിച്ചുള്ള ഓർമ്മ നിന്നെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കണം, തിന്മയിൽ നിന്ന് തടുക്കണം. അങ്ങനെ സജീവമായ എൻ്റെ ഓർമ്മ നിലനിൽക്കാൻ നീ നമസ്കരിക്കുക. അതാണ് നമസ്കാരത്തിൻ്റെ ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഒരു വഴിക്ക് നടക്കും, ജീവിതം വേറെ ഒരു വഴിക്കും പോകും. നമസ്കാരം മുറപ്രകാരം നടക്കുന്നുണ്ടാവും. നമസ്കരിച്ച് വന്ന് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് ഹറാം കാണുന്നു, നാവ് കൊണ്ട് ഹറാം സംസാരിക്കുന്നു, കൈകൊണ്ട് ഹറാം ചെയ്യുന്നു. നമസ്കരിക്കുന്ന കച്ചവടക്കാരൻ്റെ ജീവിതത്തിൽ ദീനില്ല, ഹറാമും ഹലാലും ഇല്ല. നമസ്കാരം മുറക്ക് നടക്കുകയും ചെയ്യും. ഇത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുങ്കർ, നമസ്കാരവും നിന്ദ്യവും നികൃഷ്ടവുമായ എല്ലാ പ്രവർത്തനത്തിൽ നിന്നും മനുഷ്യനെ തടുക്കും എന്ന വചനത്തിനെതിരാ. എന്നിട്ട് ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം എന്നോണം ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫമല്ലം തൻഹാ സലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുങ്കർ ഫലാ സലാത്ത ലഹു. ഏതൊരു മനുഷ്യനെ നിന്ദ്യവും നികൃഷ്ടവുമായ പ്രവർത്തനത്തിൽ നിന്ന് നമസ്കാരം തടുക്കുന്നില്ലയോ ഫലാ സലാത്ത ലഹു, അവന് നമസ്കാരമേ ഇല്ല. നമസ്കാരത്തിന് റുക്കൂഇല്ല എന്നാ, നമസ്കാരത്തിന് സുജൂദില്ല എന്നാ. നമസ്കാരമല്ല അത്. അതാണ് നമസ്കാരം മനുഷ്യൻ്റെ മനസ്സിന് നൽകേണ്ട ദിശാബോധം. ഇനി വേറെ ഇബാദത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. റമളാനെ പറ്റി എന്താ പറഞ്ഞത്? റമളാൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ കരിച്ചു കളയുന്നത് എന്നാ. പാപണ്ട് കരിഞ്ഞു പോകണം. കാരണം ക്യാൻസർ ഉള്ള ഭാഗത്ത് ഇങ്ങനെ തടവി കൊടുക്കലല്ലല്ലോ, കുറച്ച് ഓയിൽമെന്റ് വരത്തലല്ലല്ലോ, കരിച്ചു കളയാം. കരിച്ചു കളയാൻ മാത്രം വലിയ പാപം നമ്മുടെ മനസ്സിൽ പറ്റിക്കിടപ്പുണ്ട്. സക്കാത്തിൻ്റെ അർത്ഥം ശുദ്ധീകരണം എന്നാ. ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യന് കിട്ടുന്ന കൂലി ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ ആവുകയെന്നാ. ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ സമ്പാദിക്കേണ്ടതെന്ത്? നമ്മൾ സമ്പാദിക്കേണ്ടത് റിയാല്, വേറെന്താ? അതിനാണല്ലോ അങ്ങോട്ട് പോകുന്നത്. അല്ല, അത് നിങ്ങൾ സമ്പാദിച്ചോളൂ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. ആകെയുള്ള ഈ 2 എണ്ണ, കുറച്ച് പൈസ എടുത്താൽ പൊന്താത്ത കുറച്ച് കുട്ടികളും. ഇത് പരലോകത്ത് നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യൂലെന്നാ. അതിനവിടെ വന്ന് ഈ കണ്ട കഷ്ടപ്പാടൊക്കെ സഹിക്കണേ. ഇതിനപ്പുറം നിങ്ങൾ സമ്പാദിക്കേണ്ട മറ്റൊന്നുണ്ട്. ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, സത്യവിശ്വാസം, തൗഹീദ്, സുന്നത്ത്, സൽസ്വഭാവം, സദ്വിചാരം, നല്ല ചിന്ത. ഇങ്ങനെ അതുകൊണ്ട് പരിപക്വമായ ഒരു മനസ്സും ആ മനസ്സുകൊണ്ട് പരിപക്വമായ ഒരു ജീവിതവും ആർക്ക് സമ്പാദിക്കാൻ സാധിച്ചോ അവർ രക്ഷപ്പെട്ടു. സഹോദരന്മാരെ, ഒരു വേദന ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ, ഈ മതം പൂർത്തിയാക്കി തന്നുകൊണ്ട് ഹജ്ജത്തുൽ വിദാഇന്റെ ദിവസം ഇറങ്ങി എന്ന് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ ആയത്ത് നമുക്കറിയാം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തരുന്നു. എന്നിട്ടോ വ അത്മംതു അലൈക്കും നിഅമതി, ഞാൻ ഈ പൂർത്തിയാക്കി തരുന്ന മതം ഉണ്ടല്ലോ, അത് എൻ്റെ ഒരു നിഅമത്താ. നിഅമത്ത് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും.
ഓനിപ്പോൾ എന്താ പണി? ഓൻ ഭയങ്കര നിഅമത്തിലാ, ഓൻ ഭയങ്കര നിഅമത്ത് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുമ്പോൾ നിഅമത്ത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ദാഹിക്കുന്നവന് വെള്ളം, വിശക്കുന്നവന് ഭക്ഷണം, സഞ്ചരിക്കുന്നവന് വാഹനം, വീടില്ലാത്തവന് വീട്, രോഗിക്ക് മരുന്ന്, ഇതൊക്കെ ഒരു നിഅമത്താണ്. അതിനേക്കാളും വലിയ നിഅമത്താണ് ഈ മതം എന്നാ ഖുർആൻ പറഞ്ഞത്. ആ ആയത്തിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളും ചിന്തിക്കി, എനിക്കും നിങ്ങൾക്കും ഈ മതം ഒരു നിഅമത്തായി തോന്നിയിട്ടുണ്ടോ ഇല്ലേ? മതം ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുമ്പോൾ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ, ചെയ്യാൻ പറഞ്ഞത് ചെയ്യുവാനും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുവാനുമുള്ള തൗഫീഖ് ലഭിച്ച അങ്ങനെ ഒരു മതത്തിൻ്റെ ആളായി മാറാൻ എനിക്ക് സാധിച്ചുവല്ലോ. ഹോ, സന്തോഷം. അങ്ങനെയാണോ നമസ്കരിക്കാൻ പോവാറുള്ളത്? അങ്ങനെയാണോ സക്കാത്ത് കൊടുക്കാറുള്ളത്? അങ്ങനെയാണോ നോമ്പ് നോൽക്കാൻ പോകണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾക്കറിയാം. അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഏസിൻ്റെ ഒച്ച കൊണ്ട് കേൾക്കൂല. കേൾക്കാഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇനി അഥവാ കേട്ട് നിൽക്കുക, എന്താ അതിൻ്റെ അർത്ഥം? നമസ്കാരമാണ് ഉറക്കിനേക്കാൾ നല്ലത് എന്നാ. ഇത് കേൾക്കുമ്പോൾ ഈ ആയത്തനുസരിച്ച് ഞാൻ ഓതി വെച്ച അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി എന്ന ആയത്തിനനുസരിച്ച് ഒരു മുസൽമാൻ്റെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താ? പടച്ചോനെ, ഈ സമയത്ത് എണീറ്റ് 2 റക്അത്ത് നിസ്കരിക്കാൻ അങ്ങനെ ഒരു നിയമം ഈ എൻ്റെ മതത്തിൽ ഉണ്ടാക്കിയല്ലോ. ആ മതത്തിൻ്റെ അനുയായി മാറാൻ എനിക്ക് സാധിച്ചല്ലോ. അതുകൊണ്ട് വളരെ സന്തോഷം. ചോടി എണീറ്റ് പള്ളിയിൽ പോവലാ? നിങ്ങളെങ്ങനെ നീക്കാറില്ല? ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ചെയ്യുക വെച്ചാൽ ഞങ്ങൾ ഒന്നാമത് അത് കേൾക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ സൗകര്യം. ഇനി അഥവാ പാത്താണീറ്റപ്പെട്ട കേട്ടുപോയി നിൽക്കുക, അങ്ങനെ ഉണ്ടാവാലോ, മനുഷ്യൻ്റെ കാര്യമല്ലേ. അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഞാൻ പറയും മൊല്ലാക്കനോട് സദഖത്ത ഓ ബരീർത്ത, നീ സത്യം പറഞ്ഞു, ഗുണവാനായി. ഞാൻ പുതപ്പിൻ്റെ ഉള്ളിൽ തന്നെയുള്ള അമ്മ ഒരു 9 മണിയാവുമ്പോൾ കാണാം. ഈ മനുഷ്യന് മതം ഭാരമാണോ അനുഗ്രഹമാണോ? ഞാൻ സൂചിപ്പിക്കുന്നത് മതത്തിൻ്റെ അനുയായികൾക്ക് ഭാരമായി മാറുന്നു എന്നുള്ളതാണ്. കളവ് പറയാൻ പാടില്ല എന്നറിയാത്ത ആരെങ്കിലും മുസ്ലിം സമൂഹത്തിലുണ്ടോ? അത് നിയമല്ലേ, അള്ളാൻ്റെ ദീനല്ലേ. കളവ് പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു ദിവസം ഇപ്പോൾ വൈകുന്നേരം ആയല്ലോ, എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ടാവുന്നു? കച്ചവടം ചെയ്യുന്ന ആൾ ശ്രദ്ധിക്ക്, എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ടാവും? ആ കളവ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ നിയമം നമുക്ക് അനുഗ്രഹമായി തോന്നിയോ? മുഖവും മുൻകൈയും അല്ലാത്ത ഭാഗം മറക്കണം. സ്ത്രീകളോട് ഖുർആൻ പറഞ്ഞു. ഖുർആൻ ക്ലാസ്സിൽ വരുമ്പോഴുള്ള വേഷം നോക്കണ്ട, അതൊരു കാപഢ്യമാണ്. ഇതേ പെണ്ണ് ഷോപ്പിങ്ങിന് പോകുമ്പോൾ, ഇതേ പെണ്ണ് കല്യാണത്തിനും സൽക്കാരത്തിനും പോകുമ്പോൾ അവരുടെ വേഷം എന്തെന്ന് ശ്രദ്ധിക്ക്. മതം ഭാരമായി തീരുന്നു. അതിനൊക്കെ വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ കേട്ട് റമദാൻ ഉറപ്പിച്ചിരിക്കുന്നു. എന്താ തോന്നിയത്? ഒരു ഞെട്ടൽ. അല്ല, നാളെയും കൂടി കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. കണ്ടോ, ശരിയാ ഞാൻ പറഞ്ഞത്. നാളെ പടച്ചോനെ, നാളെ നാസ്ത കഴിക്കാൻ കഴിയൂലല്ലേ, തോന്നിയില്ലേ? ഈ നമ്മൾക്ക് മതം അനുഗ്രഹമാണോ ഭാരമാണോ? ഭാരം. ഇതാർക്കറിയാം? നമ്മുടെ നാട്ടിൽ ആ മുസ്ലിങ്ങൾക്കറിയാം. ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ നാട്ടിൽ വരികയാണ്, ഏതെങ്കിലും നാട്ടിൽ നിങ്ങളെ നാട്ടിൽ വരികയാണ്, നിങ്ങളുടെ നാട്ടിൽ വരും. നിങ്ങളെ നാട്ടിനൊന്നും ഞാൻ കുറ്റം പറയില്ല. എൻ്റെ നാട്ടിൽ എനിക്ക് അനുഭവമുണ്ട്. ഒരൊറ്റ ഹോട്ടലേ ഉള്ളൂ, ഒരു ഹോട്ടൽ മാത്രം. അത് നടത്തുന്നത് നമ്മളൊരു മുസ്ലിം സുഹൃത്താണ്. മൂപ്പരെന്ത് ചെയ്യും? റമദാൻ്റെ തലേന്ന് ഹോട്ടൽ ബന്ധാക്കി. ഇപ്പം നമുക്ക് സന്തോഷമായി, നോൽമ്പ് ഉൽക്കാത്താലോ ആരോണ്ടെ ആടെ പോയി ചായ കുടിക്കൂലല്ലോ. പക്ഷേ ഇപ്പം എടുക്കുന്ന പണി വേറെയാ. ഇത് അടച്ച് വേറൊന്ന് തുറക്കുവാൻ, കുറച്ച് അപ്പുറത്ത് ഒരു വളവിൽ അപ്പുറത്തൂടെ ഒക്കെ വന്ന് ചാടാൻ പറ്റിയ കോലത്തിൽ ഒരു ചെറിയ മറ. ഇവിടുത്തെ പൊറാട്ടക്കല്ല് തന്നെ ആടെ, ഈ ദോശക്കല്ല് തന്നെ ആടെ, ഇവിടുത്തെ കസേരയും കഞ്ചിയൊക്കെ ആടെ കൊണ്ടുപോയിട്ട് അതിനൊരു പേര് ഹോട്ടൽ പെട്ടെന്ന്. റമദാനിലെ തലേന്ന് ഉണ്ടാവും, പെരുന്നാൾ തലേന്ന് ഇല്ലാണ്ടാവും. അപ്പോൾ കഴിഞ്ഞ റമദാൻ ഞാൻ ചോദിച്ചു, അല്ലേ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ വളരെ ഉഷാറാണ് മൗലവിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ആരാണ്ടാ കുടിക്കാൻ വരുന്നത്? റമദാന് മുമ്പ് എന്നോലൊക്കെ എപ്പോഴും വരുന്നുണ്ട്, വരുന്ന വെയ്യ് മാറിയെന്നേ ഉള്ളൂ. ഇത് നമ്മളെ നാട്ടിലെ മുസ്ലിങ്ങൾക്കറിയാം. ഞാൻ സൂചിപ്പിക്കുന്നത് അള്ളാഹ് നിഅമത്തായി നൽകിയ ഈ മതം, ആ മതത്തിൻ്റെ ചെറുതും വലുതുമായ അഹ്കാമുകൾ, ഹുക്കുമുകൾ, വിധിവിലക്കുകൾ, അതിൻ്റെ നിർബന്ധ ബാധ്യതകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സംഗതി, ഇതൊക്കെ നമ്മൾ ഒരുതരം അനുഷ്ഠാനമായി, ഒരുതരം ചടങ്ങായിട്ട് അങ്ങനെ അനുഷ്ഠിച്ചു പോരുക എന്നല്ലാതെ, പടച്ചവനെ ഇതൊരു നിഅമത്താണ്, ഒരു അനുഗ്രഹം, പടച്ചവൻ്റെ ഭാഗത്ത് നിന്ന് അവൻ കാരുണ്യത്തോടുകൂടി തന്ന അവൻ്റെ നിഅമത്താണ് എന്ന നിലക്കാണോ നമ്മൾ ഇത് നിർവഹിക്കുന്നതെന്ന് ഓരോരുത്തരും പരിശോധിച്ച് നോക്കും. എന്തേ നമ്മൾ ഇങ്ങനെ ആവാൻ കാരണം? നമ്മൾക്ക് മതം ഭാരമായി തീരാൻ കാരണം എന്ത്? സഹാബികൾക്ക് മതം ഒരാവേശമായിരുന്നു. അവരൊരു റമദാൻ കഴിഞ്ഞിട്ടേ
അടുത്ത റമളാനെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ച് പള്ളിയിൽ ഇരുന്നു എന്നാ. എങ്ങനെ? ഒരു റമളാൻ കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിച്ച് 6 നോമ്പ് നോറ്റ് അടുത്ത ദിവസം മുതൽ അവർ പ്രാർത്ഥിച്ചത് എന്തിനാ? പടച്ചോനെ അടുത്ത നോമ്പൊന്ന് എത്രയും പെട്ടെന്ന് 11 മാസം കഴിയണം അടുത്ത റമളാൻ വരാമെന്ന് തിരിയാത്ത മനുഷ്യന്മാരൊന്നും അല്ലത്, കണക്ക് കൂട്ടാൻ അറിയാത്ത ആളുകളല്ല. പക്ഷേ റമളാനിനോടുള്ള സ്നേഹം, നന്മ ചെയ്യാനുള്ള താല്പര്യം, മതം അനുഗ്രഹമായി ബോധ്യപ്പെട്ടതിൻ്റെ പരിണിത ഫലം അവർ പ്രാർത്ഥിക്കുകയാണ്. നമ്മളോ കുടുങ്ങി തുടങ്ങിയിട്ടോ, ഇനിയിപ്പോൾ അതൊന്ന് തീർന്നിട്ടല്ലെന്നാണ് ഓരോ ദിവസം ഉറങ്ങാണ്ട് തീർക്കുകയാണ്. ചിലർ നോൽമ്പ് ഇറക്കാൻ കാലത്ത് നീച്ചോ നോൽമ്പ് ഇറന്ന് കിടന്നോ എന്ന് പറയേണ്ട അവസ്ഥ വരും. നാളെ മുതൽ ഡ്യൂട്ടിൻ്റെ സമയം മാറും ചിലപ്പോൾ. എങ്ങനെ നമ്മൾ ഈ ദിവസത്തെ കൊന്നു തീർക്കുന്നു എന്നാലോചിക്കുക. നമ്മൾക്ക് റമളാനും നമ്മൾക്ക് ദീനും അവൻ്റെ വിധിവിലക്കുകളും ഭാരമായി തീരാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത സമൂഹത്തിൻ്റെ മനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ അധികം ശ്രദ്ധിച്ച് ഓരോ സഹാബിൻ്റെ മനസ്സിലും വളർത്തിയെടുത്തിട്ടുണ്ട്. അതെന്താണെന്നറിയോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, മനുഷ്യൻ ചെയ്യുന്നത് നന്മയാവട്ടെ തിന്മയാവട്ടെ പൂർണ്ണമായ പ്രതിഫലവും തക്കതായ ശിക്ഷയും അത് പരലോകത്ത് മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നിട്ട് അല്ലാഹ് പറയാ, ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഒരാളും സഹായിക്കാനില്ലാത്ത പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആര് സ്വർഗത്തിൽ എത്തിപ്പെടുന്നുവോ ഫഖദ് ഫാസ്, അവനാണ് വിജയി, അവനാണ് വിജയി. വന്നു 600 റുപ്യൻ്റെ ഒരു ജോലിക്ക് നിന്നു, അവിടുന്ന് ചാടി, അവിടുന്ന് ഒരു ഭാഷ ഒക്കെ പഠിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ പിടിച്ചിട്ട് ഒരു ചാട്ടം കമ്പനിക്ക് ചാടി, 2000 ചാടി. പിന്നെ മൂപ്പര് മൻസൂറയിൽ ഒരു ചെറിയ കഫ്തീരിയ തുടങ്ങി, അങ്ങനെ അതാണ്ട് വളർന്നു. ഫഖദ് ഫാസ് നമ്മൾ പറയില്ലേ, അവൻ രക്ഷപ്പെടാത്ത സാധനം നേട്ട ഷഖ്സി വിസ വന്നതാ മൂപ്പര്. ഇപ്പൊ എവിടെ എത്തി എന്ന് പറയാറില്ലേ? എന്നാ ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയണ ഇസ്ലാമിക ഭാഷയിലുള്ള നിബന്ധന എന്താ അറിയങ്ങൾ? ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇല്ലാതിരിക്കുക. ഇതൊന്നും ഇല്ലാത്തവരൊക്കെ പരാജയപ്പെട്ടാണ് നമ്മളൊക്കെ ഇതെന്താ? അതൊന്നുമല്ല. ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തി, അപ്പോഴേ മനുഷ്യന്റെ ജീവിതം വിജയിക്കുന്നുള്ളൂ. ആ വിജയം നേടാൻ നിങ്ങളെ ഈ ഗൾഫ് ജീവിതം സഹായിച്ചാൽ ഈ ഗൾഫ് ജീവിതം വിജയമാണ്. നിങ്ങൾ എത്ര റുപ്യ ശമ്പളം വാങ്ങുന്ന ആളാണ് ശരി, ആ വിജയം നേടാൻ നിങ്ങളുടെ കച്ചവട ജീവിതം ഞങ്ങളെ സഹായിച്ചാൽ കച്ചവട ജീവിതം വിജയം. ആ വിജയം നേടാൻ നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങളെ സഹായിച്ചാൽ കുടുംബജീവിതം വിജയം. ഇല്ലെങ്കിലോ എത്ര റുപ്യ നമ്മൾ സമ്പാദിച്ചാലും ശരി, എത്ര മക്കളെ നമ്മൾ വളർത്തിയാലും ശരി, നമ്മളെ ജീവിതം ഇസ്ലാമിക ഭാഷയിൽ വട്ടപൂജ്യം. സഹോദരന്മാരെ, മഹാനായ ബിലാൽ അല്ലാഹുവിന് വിജയിക്കുന്നത് എവിടെ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് വിജയിക്കുന്നത് എവിടെ? മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിന് വിജയിക്കുന്നത് എവിടെ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിന് വിജയിക്കുന്നത് എവിടെ? സാമ്പത്തിക നേട്ടമാണോ? 93,000 ദിർഹം കടത്തിലായിരുന്നു 2ാം ഖലീഫ വഫാത്താവുമ്പോൾ. ദുനിയാവിൽ പട്ടപ്പൂജിയല്ലേ? എന്നാ സ്വർഗം കിട്ടിയപ്പോൾ രക്ഷപ്പെട്ടു. സഹാബികളെ റസൂലുള്ള പഠിപ്പിച്ച തത്വത സ്വർഗം കിട്ടണം, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ഇന്നി ആരിഫ് ഇസ്മ റജുലിൻ, എനിക്കൊരു മനുഷ്യന്റെ പേരറിയാം. വസ്മ അബീഹി വ ഉമ്മിഹി, ആ മനുഷ്യന്റെ മാതാവിന്റെയും പിതാവിന്റെയും പേരറിയാം. ആ മനുഷ്യനെ ശരിക്കും അറിയാമെന്ന് അതിന്റെ അർത്ഥം. എന്താ ആ മനുഷ്യന്റെ പ്രത്യേകത? സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെ കടന്നുപോയാലും ആ കവാടത്തിൽ കാവൽ നിൽക്കുന്ന സ്വർഗത്തിലെ മാലാക്കമാർ, കാരുണ്യത്തിന്റെ മലക്കുകൾ ഈ മനുഷ്യനോട് പറയും, മർഹബ മർഹബ, ഇതിലെ കേറിക്കോളിൻ, ഇതിലെ കേറിക്കോളിൻ. സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും ക്ഷണിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ കുടുംബസമേതം എനിക്കറിയാം. ഫഖാല സൽമാൻ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഹാദാ മുർതഫിഉൻ ശഅ്നുഹു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, വല്ലാത്തൊരു ഭാഗ്യവാൻ തന്നെ ആ മനുഷ്യൻ. ഒരു മനുഷ്യന് ഇതിന് പരം എന്ത് ഉയർച്ച വേണം? പക്ഷേ ഒരു കാര്യം, നിങ്ങൾ ആ മനുഷ്യന്റെ പേര് പറഞ്ഞില്ല. ഞങ്ങൾക്ക് അയാളെ കാണുന്ന ആഗ്രഹമുണ്ട്, പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. മന്ദാലിക്ക റജുൽ, ആരാണ് അയാൾ? അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ, അതാ ആ ചാരി കിടക്കുന്ന പെൻസിൽ പോലെ മെലിഞ്ഞ മനുഷ്യൻ, അയാളെ പേരാ പറഞ്ഞത്. എവിടെ വിജയിച്ചത്? സ്വർഗം കിട്ടി. ഇന്നി റഅയ്തു ഖസ്റൻ ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിലൊരു മാളിക കണ്ടു ഞാൻ. ആ സ്വർഗത്തിന്റെ മാളിക നിർമ്മിച്ചിരിക്കുന്നത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികളെ കൊണ്ടാണ്. വളനന്തു അന്നഹു ലീ, ഹോ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ മാളിക എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി.
ആ മാളികയുടെ മുമ്പിൽ കാവൽ നിൽക്കുന്ന മലക്കളോട് ഞാൻ ചോദിച്ചു, ഇത് ആർക്കുള്ളതാണ്? ഫതം മിൻ ഖുറൈശ്, ഖുറൈശികളിൽ അതിധീരനായ ഒരു യുവാവിനുള്ളതാണിത്. ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൊട്ട് വേക്കിലിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇവരൊക്കെ വിജയിച്ചത് എപ്പോഴാ? അവരൊക്കെ ജീവിതം കൊണ്ടവർ സ്വർഗം നേടി. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ ശരീരവും അവരുടെ സമ്പത്തും പടച്ചവൻ വിലക്ക് ചോദിക്കുന്നു. പകരം നൽകാൻ എന്തുണ്ട്? സ്വർഗം. സ്വർഗം കിട്ടിയേ പറ്റൂ, സ്വർഗം കിട്ടിയേ പറ്റൂ. അതാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യബോധം ഓരോ മനുഷ്യന്റെ മനസ്സിലും വളർത്തിയെടുത്തുന്ന. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അവർ മതത്തെ ആചരിച്ചത് ആചാരം എന്ന നിലക്കല്ല, ജീവൽ പ്രശ്ന. മതത്തിന്റെ നമുക്കൊക്കെ നിസ്സാരമായി തോന്നുന്ന സംഗതികൾ അവരതിൽ കടുത്ത മത്സരം നടത്തിയിട്ടുണ്ട്. കടുത്ത മത്സരം. യുദ്ധത്തിന് പോകാന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം അതിൻ്റെ കഥ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്കത് ആലോചിക്കാൻ കഴിയും. എവിടെങ്കിലും യുദ്ധം നടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബേജാറല്ലേ? എന്നാൽ യുദ്ധത്തിന് പോകാൻ മത്സരമുണ്ടായി. കുട്ടികളൊക്കെ ഞങ്ങളൊക്കെ വലിയ ആളുകളാണെന്ന് കാണിക്കാൻ പെരുവിരൽ കുത്തി നിന്നുന്ന ചെറിയ കുട്ടികൾ. അങ്ങനെ ഒരു ചേതോവികാരം അവരുടെ മനസ്സിൽ എങ്ങനെ ഉണ്ടായി? സ്വർഗമാണ് ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗം. ഓരോ മനുഷ്യന്റെ മനസ്സിലും അത് വളർത്തിയെടുത്തു. അപ്പം അവർക്ക് മതം ഒരാവേശമായി. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ജീവനോടെ പിടികൂടിയതാ. ജീവനോടെ യുദ്ധത്തിൽ പിടിച്ചാൽ പിന്നെ ആൾ അടിമയായി. അടിമയായ മനുഷ്യനെ കൊണ്ടുപോയി അങ്ങാടിച്ച് കൊണ്ടുപോയി ലേലം ചെയ്ത് വിറ്റു. അയാൾ അദ്ദേഹത്തെ വാങ്ങിയത് ആരാന്നറിയോ? ഇസ്ലാമിന്റെ കൊടിയൊരു ശത്രുവാണ്. എന്തിനാ വാങ്ങിയത്? വീട്ടിൽ കൊണ്ടുപോയി തിന്നാൻ കൊടുത്ത് പോറ്റാനല്ല, ബാപ്പനെ കൊന്നതിന് പകരം വീട്ടാൻ. നിങ്ങളൊന്നാലോചിച്ചു, നിങ്ങളെ പിതാവിനെ കൊന്ന ഒരാളെ നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിയാൽ നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും അയാളോട്? വീട്ടിൽ കൊണ്ടുപോയി വളരെ മോശമായി പെരുമാറിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്ര ദിവസം ഇന്ന ദിവസം ഇത്രാം ദിവസം രാവിലെ അല്ലെ എത്ര മണിക്ക് ഇത്ര മനുഷ്യന്മാരെ മുമ്പിൽ വെച്ച് നിന്നെ കുരിശിൽ തറച്ചു കൊല്ലും. നമ്മളോടാണ് പറഞ്ഞെങ്കിലോ നമ്മളെ സ്ഥിതി എന്താ? പക്ഷേ അദ്ദേഹത്തിന് യാതൊരു ഭാവഭേദവും ഇല്ല. ഇത്രാം ദിവസം മരിച്ചു പോണ മനുഷ്യനാണ് എന്ന നിലക്കൊരു പേടിയോ ബദ്ധപ്പാടോ ഒന്നുമില്ല. സാധാരണത്തിലും കൂടുതൽ ഖുർആൻ ഓതലും ദിക്ർ ചൊല്ലലും പ്രാർത്ഥനയും ആരാധനയും വർദ്ധിപ്പിച്ചു. കാരണം അത് അവസാനിക്കാൻ പോവാണ്. നാളെ കുരിശിൽ തറക്കുകയാണെങ്കിൽ ഇന്ന് അദ്ദേഹം ഒരു കത്തി ആവശ്യപ്പെട്ടു എന്നാ ആ ശത്രുവിൻ്റെ വീട്ടുകാരോട്. ശത്രു അയാൾ അടുത്ത പുരുഷൻ പുറത്തോടെ പോയതാ, അയാളെ പെണ്ണ് മാത്രമേ അവിടെ ഉള്ളൂ. ആ പെണ്ണിനൊരു കത്തി ആവശ്യപ്പെട്ടു. അപ്പോൾ ആ പെണ്ണ് ചോദിച്ചു, എന്തിനാ കത്തി? ഒന്നുമില്ല, നാളെ ഞാൻ പടച്ചവൻ്റെ അടുത്ത് പോവുക, താടിയും മുടിയൊക്കെ ഒന്ന് നന്നാക്കട്ടെ, മനുഷ്യൻ്റെ കോലത്ത് പോകാലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നന്നാക്കി നഖമൊക്കെ അങ്ങനെ മുറിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ വീട്ടിൽ 6 വയസ്സായ കുട്ടി, 6 മാസം പ്രായമായ കുട്ടി ഇങ്ങനെ മുട്ടിൻകാലിൽ എഴിഞ്ഞിങ്ങനെ വന്ന് ഖുബൈറുല്ലാഹിന്റെ കാൽമേൽ ഇങ്ങനെ പിടിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നാളെ അറക്കാൻ കൊണ്ടുപോകണം എൻ്റെ കുട്ടി, കയ്യിൽ കത്തിയും. കുട്ടീനെടുത്തിട്ട് ഒക്കത്ത് വെച്ചിട്ട് ഖുബൈറുല്ലാഹിന് താടി നന്നാക്കുമ്പോഴാണ് വാപ്പ വരുന്നത്. വാപ്പ ഈ രംഗ കാണുന്നത്. നാളെ ഞാൻ കൊല്ലാൻ കൊണ്ടുപോകുന്ന ശത്രുവിൻ്റെ കയ്യിൽ കുട്ടിയും മറ്റേ കയ്യിൽ കത്തിയും. വാപ്പനെ കാടുമ്പോൾ കുട്ടികൾ ഇങ്ങനെ എടുത്ത് ചാടും. ഖുബൈറുല്ലാഹിന് ബേക്കിട്ട് നോക്കുമ്പോൾ ഇയാൾ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. അന്തം വിട്ട് എന്തിനാന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കുട്ടിനെ വല്ലതും ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ടാ കുട്ടിനെയും കത്തിയാട് കൊടുത്തു എന്നാ. കുട്ടിനെയും കത്തിയാട് കൊടുത്തിട്ട് പറഞ്ഞോടോ, നീ ഭയപ്പെടുന്നത് പോലെ നിന്റെ കുട്ടിയെ ഞാൻ വല്ലതും ചെയ്താൽ പിന്നെ ഞാനും നീയും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? അദ്ദേഹത്തെ കുരിശിൽ തറച്ചു. മരണവേദന തള്ളവിരലിലൂടെ, മടമ്പുംകാലിലൂടെ, തണ്ടൻകാലിലൂടെ, അരയിലൂടെ, തുടയിലൂടെ, വയറിലൂടെ, നെഞ്ചിലൂടെ, തൊണ്ടക്കുഴിയിലെത്തി. മനുഷ്യന്റെ ശരീരം മരണത്തിന് വഴങ്ങിക്കൊടുക്കുമ്പോഴുണ്ടാകുന്ന ക്ഷീണവും പ്രയാസവും സങ്കടവും വിഷമവും, താൻ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് കാണാൻ അവിടെ തടിച്ചുകൂടിയ ശത്രുക്കളോട് അവസാനമായിട്ട് അദ്ദേഹം നൽകിയ സന്ദേശം, വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മസ്റഈ വലസ്തു ഉബാലി. എനിക്ക് നിങ്ങളോടൊന്നും ഒരു പരാതിയില്ല കേട്ടോ. ആരോട്? യുദ്ധത്തിൽ നിന്ന് പിടിച്ച് ലേലം ചെയ്ത് വിറ്റ് പൈസ എടുത്ത് വാങ്ങി കൊണ്ടുവന്ന് കുരിശിൽ തറച്ച മനുഷ്യന്മാരോടാ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊന്നും ഒരു പരാതിയുമില്ല. എന്താ കാരണം? അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ. മുസ്ലിമായിട്ടാണല്ലോ ഞാൻ കൊല ചെയ്യപ്പെടുന്നത്. മുസ്ലിമായിട്ടാ മരിക്കുന്നെങ്കിൽ ഏത് കുപ്പത്തൊട്ടി കിടന്ന് മരിച്ചാലും എനിക്കൊരു ചുക്കുമില്ല എന്നാ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? സ്വർഗം. ഈ സ്വർഗം നമ്മുടെ മനസ്സിലുണ്ടോ? ഈ സ്വർഗം നമ്മുടെ മനസ്സിലുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കുരിശിൽ തറക്കുന്നതിന് മുമ്പ് ശത്രുക്കൾ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ചോയ്സ് വെച്ചു. എന്താണ്? രക്ഷപ്പെടാൻ ഒരു മാർഗം. ഖുബൈബേ, നിനക്ക് രക്ഷപ്പെടാൻ നല്ലൊരു മാർഗമുണ്ട്. എന്താണത്? പിന്നെ ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതി. എന്താ ഞാൻ പറയേണ്ട വാക്ക്? നിന്നെ കുരിശിൽ തറക്കുന്നതിന് പകരം
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുരിശിൽ തറക്കുന്നതിന് നിനക്ക് വിരോധമില്ല എന്നൊന്ന് പറയാമോ? എന്തപ്പ അങ്ങനെ പറഞ്ഞു ചേച്ചി? നമ്മളാണെ പറയല്ല, അടക്കി അപ്പ പിടിച്ചുണ്ടോ ഒരട്ടോ അറിയും. ഈ മനുഷ്യൻ പറഞ്ഞ വലസ്തു ബിമുബ്ദിൻ ഫീ അദുവി തഖശുഅൻ വലാ ജസഅൻ ഇന്നി ഇലല്ലാഹി മർജഇ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വഇൻ യശഅ യുബാരിക് അലാ ഔസാലി ശിൽബിൻ മുമസ്സഇ. ഞാൻ ജീവിച്ചിരിക്കെ എന്നെങ്ങനെ കഷ്ണം കഷ്ണാക്കിയിട്ട് ആ ഓരോ കഷ്ണം കഴുകന്മാരിങ്ങനെ വലിച്ചു കുടഞ്ഞു കൊണ്ടുപോയാലും ശരി, എൻ്റെ നേതാവിൻ്റെ കാലൊരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ അനുവദിക്കൂല എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അപ്പറഞ്ഞ മനുഷ്യൻ്റെ മനസ്സിലെ സ്വർഗത്തിൻ്റെ വലുപ്പം എത്രയാ? ഈ സ്വർഗം നമ്മുടെ മനസ്സിൽ വേണം. അല്ലാത്തടത്തോളം കാലം മതജീവിതം ചില ചടങ്ങുകളായി തീരും. റമളാൻ വരും പോകും, നമ്മൾ അറിയില്ല. നമുക്കുണ്ടാകുന്ന മാറ്റം വെറും ശാരീരികമായി മാത്രമായിരിക്കും. ശാരീരികമായി എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ കുറഞ്ഞു, ഇറച്ചി നിന്നില്ലല്ലോ കുറച്ച് ദിവസം, ഷുഗർ നോർമലായി, ഇപ്പോൾ ഒരു 5-8 കിലോ കുറഞ്ഞു, ഇപ്പം നല്ല സുഖമുണ്ട്, ശോധനയും കിട്ടുന്നുണ്ട്. ഇത്രേ ഉണ്ടാവുള്ളൂ, പരലോകത്തൊന്നും ഉണ്ടാവില്ല. വകമ്മിൻ ശായിമിന് എത്ര നോമ്പുകാരുണ്ട്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലമ. നോമ്പ് കൊണ്ട് വിശപ്പും ദാഹവും അല്ലാതെ ഓൽക്കൊന്നുമില്ല. ഓൽ ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചിട്ടല്ല. ആരാധനയുടെ വിശുദ്ധിയെ സംബന്ധിച്ചുള്ള അശ്രദ്ധ. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ മതപരമായി അനുഷ്ഠിക്കുന്ന ഇബാദത്തുകളാവട്ടെ പുണ്യകർമ്മങ്ങളാവട്ടെ, അതിന് ചൈതന്യമുണ്ടാവണമെങ്കിൽ ഈ ലക്ഷ്യബോധം നമ്മുടെ മനസ്സിൽ വേണം. ആ ലക്ഷ്യബോധമുള്ള ആളുകൾ മതത്തെ ആചരിക്കുന്നത് ഏറ്റവും താല്പര്യപൂർവമായിരിക്കും, ഏറ്റവും ആത്മാർത്ഥപൂർണമായിരിക്കും. അത് ഒരു കാഴ്ചപ്പാടോടുകൂടെയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ ഇമാമ് നിൽക്കുമ്പോൾ മഅ്മൂമിങ്ങളെ നേരെ തിരിഞ്ഞു പറയല്ലോ, സല്ലൂ കസ്വലാത്തി മുവദ്ദിഇൻ, നിങ്ങൾ ഈ നമസ്കരിക്കാൻ പോകുന്ന നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണെന്ന വിചാരത്തോടെ നിർവഹിക്കുക. ഇനി അടുത്ത നിസ്കാരത്തിന് മുമ്പ് എൻ്റെ മയ്യത്ത നിസ്കരിക്കാൻ. നിങ്ങളെ ആലോചിക്കുകയാണ്, അങ്ങനെ നിസ്കാരം അടുത്ത ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പ് എൻ്റെ മയ്യത്ത് നിസ്കരിക്കുക, എൻ്റെ അവസാനത്തെ നമസ്കാരമാണിത് എന്ന ചിന്തയോടെ നമസ്കരിക്കുക. ഈമാൻ നമ്മോട് ആവശ്യപ്പെടുന്ന ചില സംഗതികളുണ്ട്. ഒന്ന്, നമ്മൾ നമ്മെപ്പറ്റി ഒരു വിചാരണ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം. എന്താ വിചാരണ? എന്താണ് ഇപ്പം എൻ്റെ ജീവിതം? ഇങ്ങനെ പോയാൽ ഞാൻ എവിടെ എത്തും? എന്താണ് എൻ്റെ സമ്പാദ്യമായിട്ടുള്ളത്? മുഹാസബ, സ്വയം വിചാരണ ചെയ്യുക. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ മരിക്കാത്ത വാക്കുകളുണ്ട്, ഹാസിബു ഖബ്ല അൻ തുഹാസബു. പടച്ചവൻ നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് വിചാരണ ചെയ്ത് നോക്കി ചങ്ങായിമാരെ. ഒന്ന് വിചാരണ ചെയ്യണം. എന്താ നമുക്ക് അങ്ങനെ വിചാരണ ചെയ്താൽ കിട്ടുക? എന്താ ഇപ്പം ഇന്നത്തെ ബാലൻസ് ഷീറ്റിൽ എഴുതാനുള്ളത്? ഇന്ന് രാത്രി 12 മണിക്ക് ഈ ദിവസത്തെ നമ്മൾ പറിച്ചെറിയുമ്പോൾ അതിനെന്ത് അടിക്കുറിപ്പ് എഴുതാൻ സാധിച്ചു എന്നതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. എന്ത് അടിക്കുറിപ്പ് എഴുതാനുണ്ട്? എന്താ നമ്മുടെ സമ്പാദ്യം? പാവങ്ങൾ, ദോഷം, അബദ്ധം. അപ്പൊ എന്ത് വേണം? തൗബ വേണം, പശ്ചാത്താപം വേണം. അതാണ് ഷഹ്റു തൗബ. റമളാനെ പറ്റി ഞാൻ പ്രസംഗിക്കണില്ല. റമളാനെ സംബന്ധിച്ച് വിശദീകരിച്ച് ഹദീസ് കാണാം, ഹദാ ഷഹ്റു തൗബ, പശ്ചാത്താപത്തിൻ്റെ മാസം. എന്താ ഈ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ? കേരളത്തിൽ ചില പള്ളികളിൽ ഇങ്ങനെ സന്ദർശനം നടത്തിയപ്പോൾ പണ്ട് കാണാൻ സാധിച്ചൊരു സംഗതി, മോളിൽ നിന്ന് ഒരു കീപ്പട്ട് ഇതുകൊണ്ട് ഒരു കയറ് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ആ അടിയിൽ നിന്ന് എല്ലാ വിശ്വാസികളും കൂടി ആ കയറുമ്പൽ ഇങ്ങനെ പിടിക്കും. മോളിൽ നിന്ന് ഉസ്താദ് അതിൻ്റെ ഒരു തലക്ക പിടിക്കും. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൊല്ലിക്കൊടുക്കും. അതുവരെ ഇങ്ങനെ ഏറ്റു ചൊല്ലും. അത് തൗബൻ്റെ കയറുന്ന. അതാണ് ചൊല്ലിക്കഴിയുന്നതോടുകൂടി ആ പിന്നെ കയറുമ്പ കൂടെ പല പാപം മേപ്പോട്ട് പോയിട്ട് പോവും. ഓ, രക്ഷപ്പെട്ടു. ഇതാ തൗബ. തൗബ എന്ന് പറഞ്ഞാൽ തിരിച്ചു പോരുക എന്നാ. എവിടുന്ന്? പോയോടത്തുനിന്ന്. അതെന്തിനാ തിരിച്ചു വരുന്നത്? അങ്ങോട്ടല്ല പോകേണ്ടിയിരുന്നത്. ഇത്ര തന്നെ അങ്ങോട്ടല്ല പോകേണ്ടിയിരുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഉദാഹരണം പറയാം. ഇവിടുത്തെ ഓരോ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. ഞാൻ കോഴിക്കോട് നിൻ്റെ വീട്ടിൽ പോവുക, കൂളിമാർക്കുള്ള ബസ്സിലാണ് കയറിയിരിക്കണ്ടേ. ഞാൻ കണ്ണൂർക്കുള്ള ബസ് കയറിയിരുന്നത്. മനുഷ്യനല്ല, ഉറങ്ങിപ്പോയി, ഉച്ചയാകുമ്പോഴാണ് കയറിയിരുന്നത്. ബസ്സാട് പോയി വടകര എത്തി. കണ്ടക്ടർ വിളിച്ചു, ഏയ് നീക്ക് എങ്ങട്ടാ? കൂളിമാട്. കൂളിമാടോ? അല്ല ചങ്ങ, ഇത്ര വയസ്സായ എനിക്ക് ബോർഡ് വായിക്കാൻ അറിയില്ലേ. അതിൻ്റെ ഇത് വടകര എത്തി, കണ്ണൂർ പോണ ബസ്സിലാണ് കയറിയിരുന്നത്. എന്താ ചെയ്യണ്ടേ? ഏതായാലും വടകര എത്തില്ലേ, പോട്ട തലശ്ശേരിക്കുന്നാ. അല്ല, ഇറങ്ങണം. അതാ തൗബ എന്ന് പറഞ്ഞത്. തെറ്റ് തെറ്റാണെന്ന് മനസ്സിലായ ഉടനെ നിർത്തുക, എന്നിട്ട് ശരിയിലേക്ക് തിരിഞ്ഞു നടക്കുക. അതാണ് തൗബ. അപ്പൊ എനിക്ക് സമയം നഷ്ടല്ലേ? ഉണ്ട്. പൈസ നഷ്ടല്ലേ? പൈസ നഷ്ടം. അഭിമാന നഷ്ടം ഉണ്ടാവില്ല. എല്ലാവരും കൂടി ഇങ്ങനെ നോക്കുക, ഏതാ ഈ ചങ്ങ ഇത്ര കൊലത്തിലായിട്ട് ബോർഡ് വെക്കാൻ അറിയാത്ത.
അപ്പോൾ ഒരു ചെറിയ വിയർപ്പും ഉണ്ടാവും. അതൊരു അഭിമാന നഷ്ടമാണ്. ഈ 3 നഷ്ടവും സഹിച്ചിട്ട് ശരിയിലേക്ക് തിരിച്ചു നടക്കുന്നതിനാണ് തൗബ എന്നറിയാം. സാധിക്കുമോ? നമ്മളെ തൗബൻ്റെ കോലെന്താ? ടെലിവിഷൻ പൂട്ടുന്നു മുതൽ ആ സാധനം തന്നെ കാണൂല. എന്നാ തുടങ്ങുക? എന്നാണോ ഇതുപോലൊരു അറിയിപ്പുണ്ടാവും, ഷവ്വാൽ മാസപ്പിറവി കണ്ടെന്ന് തുടങ്ങി. ഇത് തൗബയാ? ഇത് അള്ളാനെ കളിയാക്കലല്ലേ? ഒരു തെറ്റാണെന്ന് മനസ്സിലായ ഉടനെ അത് നിർത്തുകയും ശരിയിലേക്ക് തിരിച്ച് നടക്കുകയും ചെയ്യുക. അതിന് എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ശരി. മായിസ് റളിയല്ലാഹുവിന്റെ തൗബയാ. എന്തുകൊണ്ട് തൗബയായി? മായിസ് റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ എന്താ? എറിഞ്ഞാട്ട് കൊല്ലണം എന്നേന്നാ. എന്താണ് ഇപ്പൊ? എന്താ നഷ്ടപരിഹാരം കൊടുക്കുകയാണ്? അതിനൊരു അറ്റണ്ട്. നിങ്ങൾ എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിലെ നിഷ്കളങ്കമായ തൗബയുടെ ആഴത്രയാ. ഏതായാലും എറിഞ്ഞു കൊന്നു. നിങ്ങൾക്ക് അതിൻ്റെ ചരിത്രം അറിയാം, ഞാൻ വിശദീകരിക്കണില്ല. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കേണ്ട ഏതാടാ ആ പെണ്ണ്? ഒരു പെണ്ണില്ലാതെ വിചാരം നടക്കുമോ? ചോദിച്ചില്ല. ചോദിക്കരുത്. വരും പിറ്റേന്ന് വന്നു ജൊഹീന ഗോത്രത്തിലെ പെണ്ണ്. ആ റസൂൽ ഇന്നലെ ഞാനായിരുന്നു നിങ്ങളെ എറിഞ്ഞു കൊന്ന മായിസിന്റെ കൂടെ. മനസ്സിലായി, വിശദീകരിക്കണം എന്നില്ല. അല്ല മോളെ, നീ അപ്പം ഗർഭിണിയാണോ എന്ന് പരിശോധിച്ചപ്പോൾ ഗർഭിണിയാ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നെ കൊല്ലാനുള്ള അവകാശം എനിക്കുള്ളൂ, എൻ്റെ കുട്ടീനെ കൊല്ലാനുള്ള അവകാശമല്ല. അതുകൊണ്ട് പ്രസവിച്ചിട്ട് വരാൻ പറഞ്ഞു. നമ്മുടെ നാട്ടിലൊരു കുട്ടീനെ അങ്ങനെ പ്രസവിക്കാൻ പറഞ്ഞാൽ പിന്നെ ഓള് വരുമോ? പ്രസവിച്ച കൈക്കുഞ്ഞുമായി പെണ്ണ് വന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ ഇത് ജാരസന്തതിയാണ്, നീ മരിച്ച ആരാധന നോക്കുക. ഈ കുട്ടി മുലപ്പാലല്ല വേറെ വല്ലതും കുടിക്കോ? മുലപ്പാലല്ലാത്ത ഭക്ഷണം കഴിക്കാനാവുമ്പം വാ. ശരി, 2 വർഷം കഴിഞ്ഞ് മുലപ്പാലല്ലാതെ ഭക്ഷണം കഴിക്കുന്ന സമയം വന്നപ്പോൾ ഒരു കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കൊടുത്തിട്ടാവുള്ളത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിന്ന് ഒരു കഷ്ണം എടുത്ത് ഉമ്മ വായിലിട്ട് ഇങ്ങനെ നനച്ച് കുട്ടിൻ്റെ വായിൽ വെച്ച് കൊടുത്തപ്പോൾ കുട്ടി അത് ആർത്തിയോടുകൂടി തിന്നു. റസൂലെ കണ്ടില്ലേ, ഈ കുട്ടി മുലപ്പാലല്ലാത്ത, ഇനിയെങ്കിലും ഉന്നങ്ങളൊന്ന് എറിഞ്ഞു കൊല്ലണം. ആ തൗബ എത്രയാ? ഒരേറ്. ആദ്യത്തെ ഏറ് തന്നെ ഇവിടെ അങ്ങോട്ട് കൊണ്ടു, ചോര നേരാണ്ട് തെറിച്ചു. ആരമേത്തേക്ക്? ഖാലിദ് ഇബ്നു വലീദ് വീട്ട്. ഖാലിദ് ഇബ്നു വലീദ് ശരീരത്തിലേക്ക് ആ രക്തം, ആ പെണ്ണിന്റെ രക്തം എന്ന് പറഞ്ഞു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടു. ഖാലിദ്, നിങ്ങൾ എന്താ പറഞ്ഞത്? ആ പെണ്ണിന്റെ മനസ്സിലെ പശ്ചാത്താപം മദീനയിലെ മുഴുവൻ ആളുകൾക്ക് മോഹരി വെച്ച് കൊടുത്താൽ നിങ്ങൾക്കൊക്കെ സ്വർഗത്ത് പോകാൻ മാത്രം ഉണ്ടാവും. ഇതാണ് തൗബ. ഈ തൗബയുടെ മാസം. അതോടൊപ്പം പശ്ചാത്തപിക്കുന്ന, എൻ്റെ അടുത്ത് അബദ്ധം സംഭവിച്ചു പോയി എന്നത് ആത്മാർത്ഥമാണെങ്കിൽ പിന്നീടുള്ള ജീവിതത്തിൽ അതിൻ്റെ വെളിച്ചം വേണം. എന്താണ്? കൂടുതൽ നല്ല കാര്യം ചെയ്യും. ക്ലാസ്സിൽ ഒരു കുട്ടി വല്ലാതെ കളിക്കണ്, അധ്യാപകൻ നിന്ന് നേരെ ആണ്ട് പിടിച്ചു. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളി സാമാനത്തോട് കൂടി ആണ്ട് പിടിച്ചാൽ പിന്നെ മൂപ്പർക്ക് മറുപടി പറയാനൊന്നുമില്ല. അല്ല, ഞാനല്ല കളിച്ചതെന്ന് പറയാൻ പറ്റില്ല, കാരണം കളിക്കുമ്പോൾ വന്ന് പിടിച്ചതാ. പിന്നെ അവൻ്റെ പെരുമാറ്റം എന്തായിരിക്കും? പിന്നെ ഇയാൾ എന്ത് വന്നാലും അവൻ കേൾക്കും. കാരണം എന്താ അറിയോ? ഇനിയുള്ള പെരുമാറ്റം കൊണ്ട് ആ നേരത്തെ എൻ്റെ സംഭവിച്ചു പോയ അബദ്ധം സാറ് മാപ്പാക്കണം എന്നൊരു ചിന്ത. ഇതാണ് തൗബ ചെയ്ത റമളാന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ കാണാൻ ഒരുപാട് സംഭവിച്ചു പോയി. അത് കഴുകിക്കളയാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഇനി അങ്ങോട്ടില്ല. ഈ 2 സ്വഭാവ ഗുണം. അതോടൊപ്പം മുജാഹദ, കൂടുതൽ പടച്ചവനിലേക്ക് പശ്ചാത്തപിച്ച് ഇബാദത്ത് ചെയ്ത് മടങ്ങാനുള്ള ആഗ്രഹം. അതിന് പറ്റിയൊരവസരം റമളാൻ. എങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുമോ അതിനുള്ള എല്ലാ മാർഗങ്ങളും തുറന്നിരിക്കുന്നു. അതാണ് സ്വർഗത്തിലേക്കുള്ള കവാടം തുറക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കൽ തന്നെ ആവാം. അതോടൊപ്പം ഈ ദുനിയാവിൽ നമ്മൾക്ക് അതിനുള്ള അനുഭവം എന്താ? എന്ത് നന്മയും ചെയ്യാൻ. ചിലർക്ക് ഖുർആൻ ഓതാനാണ് താല്പര്യം, അതിന് ഈ മാസത്തിൽ പ്രത്യേകം സൗകര്യമുണ്ട്. ചിലർക്ക് ദാനധർമ്മത്തിലാ താല്പര്യം, അതിനും ഈ മാസത്തിൽ സൗകര്യമുണ്ട്. ചിലർക്ക് കൂടുതൽ നിന്ന് നമസ്കരിക്കാനാണ് ആഗ്രഹം, തറാവീഹ് നമസ്കാരമുണ്ട്. ഇങ്ങനെ എന്തിനും ഏത് ഇബാദത്തിനും പുണ്യകർമ്മത്തിനും സാഹചര്യമുള്ള ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഖദ് അളല്ലക്കും ഷഹ്റുൻ അളീം. റമളാൻ ശഅബാൻ 30 നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുദീർഘമായ ഒരു പ്രവാചക വചനത്തിൽ ഈ മാസത്തെ വിഷയം നിങ്ങൾക്ക് തണലിട്ടിരിക്കുന്നു. ഷഹ്റുൻ അളീം, വളരെ വമ്പിച്ച മഹത്വമേറിയ ഒരു മാസം. തണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തണല് കിട്ടുക. പടച്ചവനെ ഒരു തണല് കിട്ടിയിരുന്നെങ്കിൽ, പുറത്തിങ്ങനെ ജോലി ചെയ്യുന്ന ആള് ഒന്ന് റൂമിൽ കയറി ആ ഏസിന്റെ തണുപ്പിലൊന്ന് എത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ആഗ്രഹത്തിൻ്റെ ആഴത്രയാ. എല്ലാ അപകടങ്ങളിൽ നിന്നും ചൂടിൽ നിന്നും സംരക്ഷിക്കുന്ന, എല്ലാ പാപത്തിൽ നിന്നും ദോഷത്തിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കുന്ന, നമ്മൾക്ക് എല്ലാ നിലക്കുള്ള സുരക്ഷിതത്വവും നൽകുന്ന ഒരു മാസം നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. യാ ബാഗിയൽ ഖൈരി ഖബിൽ, നന്മ ചെയ്യാൻ അല്പമെങ്കിലും സന്മനസ്സുള്ള മനുഷ്യ നീ മുന്നോട്ട് വരിക. അവന് മുന്നോട്ട് വരാൻ അവസരമുണ്ട്. തിന്മ ചെയ്യുന്ന ആളുകളോട് ഖിസിർ, അത് ചുരുക്ക്. സാധാരണ സ്വാഭാവികമായിട്ട് അവൻ ചുരുക്കും.
അതിനുള്ള പ്രചോദനം സമൂഹത്തിന് അവന് ലഭിക്കുന്നു. ഇനിയുള്ളത് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. അവ്വലുഹു റഹ്മ, ആദ്യ ഭാഗം അനുഗ്രഹത്തിൻ്റെ പത്തുകൾ. ഔസത്തുഹു മഗ്ഫിറ, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെത്, പാപമോചനത്തിൻ്റെത്. ആഖിറുഹു ഇത്ഖും മിനന്നാർ, അവസാനത്തെ 10 നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വർഗപ്രവേശനം, നരകമോചനം. ഈ 30 ദിവസം കഴിഞ്ഞ് റമളാൻ വട പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും നരകമോചനവും സ്വർഗപ്രവേശനവും സമ്പാദിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ശാപപ്രാർത്ഥന നടത്തിയവരുടെ കൂട്ടത്തിലായിരിക്കും നമ്മുടെ സ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ നമ്മളതിന് ഒരുക്കി വെക്കുക? എങ്ങനെ ഈ മാസത്തെ സ്വീകരിക്കണം? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ആര് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവോ, മൻ സാമ റമളാന ഈമാനം വഹ്തിസാബൻ. ഈ പദം പലപ്പോഴും ആവർത്തിച്ച്, ഈമാനോടുകൂടെ ഇഹ്തിസാബോടുകൂടെ. ഈമാൻ എന്ന് പറഞ്ഞ് പടച്ചവനിൽ വിശ്വാസം, അള്ളാഹ് എനിക്ക് തന്ന അനുഗ്രഹം എത്രയാണ്, പടച്ചവൻ തന്ന അനുഗ്രഹത്തെ സംബന്ധിച്ചുള്ള ബോധം, അവനിലുള്ള ഉറച്ച വിശ്വാസം. ഇഹ്തിസാബ് എന്ന് പറഞ്ഞത് പ്രതിഫലത്തിലുള്ള അടങ്ങാത്ത ആഗ്രഹം, പ്രതിഫലേച്ഛ. അതാണല്ലോ നന്മ ചെയ്യാൻ നമ്മൾക്ക് പ്രേരണ നൽകുന്നത്. പ്രതിഫലം കിട്ടണം. സഫ് നിൽക്കാൻ മത്സരിച്ചു മദീന പള്ളിയിൽ, സഫ് നിൽക്കാനുള്ള മത്സരമുണ്ടായി, പള്ളി വൃത്തിയാക്കാൻ മത്സരമുണ്ടായി, ബാങ്ക് വിളിക്കാൻ മത്സരമുണ്ടായി, ഖുർആൻ പഠിക്കാൻ മത്സരമുണ്ടായി, അതനുസരിച്ച് പ്രവർത്തിക്കാൻ മത്സരമുണ്ടായി, ദാനധർമ്മത്തിൽ മത്സരമുണ്ടായി. എന്തുകൊണ്ട്? അവർ പ്രതിഫലേച്ഛുക്കളായിരുന്നു. പ്രതിഫലം കിട്ടണം, പ്രതിഫലം കിട്ടണം. ഈ മറ്റേ റിയാദുസ്സാലിൻ എടുത്ത് മറിച്ചു നോക്കി അങ്ങ് ഒരു ഹദീസ് കാണാം. പാവപ്പെട്ട സഹാബികൾ ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ വന്നു എന്നാ. പാവപ്പെട്ടവർ, അവർക്കൊരു പ്രത്യേക ഒരു പ്രധാനപ്പെട്ട സംഗതി പറയാണ്ട്. എന്താ പറയാനുള്ളത്? ദഹബ അഹ്ലു ദുസൂരി ബിൽ ഉജൂർ, പണക്കാർ കൂലി മുഴുവൻ കൊണ്ടുപോയി പ്രവാചകരെ. പണക്കാർ പൈസ ഉണ്ടാക്കുന്നതിലല്ല അവർക്ക് എതിർപ്പുള്ളത്, പണക്കാർ പ്രതിഫലം മുഴുവൻ കൊണ്ടുപോയി. എന്ത്? യുസല്ലൂന കമാ നുസല്ലി യസൂമൂന കമാ നസൂമു. ഞങ്ങൾ നമസ്കരിക്കുന്നു, പണക്കാർ നിസ്കരിക്കുന്നു. ഞങ്ങൾ നോമ്പ് വെൽക്കണം, പണക്കാർ നോമ്പ് വെക്കണം. ആ കാര്യത്തിലൊക്കെ ഞങ്ങൾ ഓരോ സമ. പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ചില സംഗതികൾ അവർ ചെയ്യുന്നുണ്ട്. അതെന്താണ്? അവരുടെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം ചെലവാക്കിയിട്ട് സ്വർഗം നേടുന്നു. അത് ഞങ്ങൾക്ക് നിവൃത്തിയില്ല, കാരണം ഞങ്ങളിൽ പൈസ ഇല്ല. അതിനിപ്പോൾ എന്താ പ്രശ്നം? പൈസ ഉള്ളവരെ കൊടുത്താൽ മതി, അത് പോരാ. ഇങ്ങനെ ഞങ്ങൾ മരിച്ച് സ്വർഗത്തിലാണെങ്കിൽ പോലും, ആലോചിച്ച് നോക്കി അവരുടെ മനസ്സെത്രയാണ്. ഞങ്ങളൊക്കെ സ്വർഗത്തിലാണെങ്കിൽ തന്നെ അവർ സ്വർഗത്തിൻ്റെ ഒത്തറ മുകളിലായിരിക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? പണം കൊണ്ട് അവർ നേടുന്ന സ്വർഗത്തിൻ്റെ പടവുകൾ പണമില്ലാതെ നേടാൻ ഞങ്ങൾക്ക് വല്ലതും പറഞ്ഞു തരണം എന്നാണ് അവർ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖ എന്ന് പറഞ്ഞത് പൈസ കൊടുക്കൽ മാത്രമല്ല, വകുല്ലു തസ്ബീഹിൻ സദഖ, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞത് സദഖയാണ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത് സദഖയാണ്, അല്ലാഹു അക്ബർ സദഖയാണ്, അംറും ബിൽ മഅറൂഫ് വനഹിയുൻ അനിൽ മുൻകരി സദഖ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സദഖയാണ്, ഖുർആനിലെ ഓരോ അക്ഷരവും സദഖയാണ്, വഴിയറിയാത്തവന് വഴി കാണിച്ചു കൊടുക്കൽ സദഖയാണ്, വാഹനത്തിൽ ഒരാളെ കയറാനും ഇറക്കാനും സഹായിക്കൽ സദഖയാണ്, പരോപകാര പ്രവർത്തനങ്ങൾ മുഴുവൻ സദഖയാണ്. ഇതിനൊന്നും പൈസൻ്റെ ആവശ്യമില്ലല്ലോ. പൈസൻ്റെ ആവശ്യമില്ല. വളരെ സന്തോഷം. പാവപ്പെട്ടവരൊക്കെ പിരിഞ്ഞുപോയി. അവർ ഖുർആനോദും ദിക്റുകളും പ്രാർത്ഥനകളും പരോപകാര പ്രവർത്തനങ്ങളും വർദ്ധിപ്പിച്ചു. എന്തുണ്ടായിന്നറിയോ? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെയും വന്നു. എന്തേ? ഞങ്ങൾ പിന്നെയും തോറ്റ്. എന്താ? ഞങ്ങൾ ചെയ്യുന്നതൊക്കെ പൈസക്കാരും ചെയ്യൽ തുടങ്ങിയെന്ന. ഇനിയിപ്പോൾ എന്താ കാട്ടുക? ഇനി എന്ത് കാട്ടാൻ? ഞങ്ങൾ നല്ലോണമാണ് ചെയ്തൂടി. ഇത്രയേ ഉള്ളൂ. ഈ മത്സരം നമുക്കിടയിലുണ്ടോ? വസ്ത്രം വാങ്ങുന്നിടത്ത് മത്സരമല്ലേ? വാഹനം മാറി മാറി വാങ്ങുന്നിടത്ത് മത്സരമല്ലേ? വീടുണ്ടാക്കുന്ന കേരളത്തിൽ മത്സരിക്കുന്നത് ആര്? കച്ചവട രംഗത്ത് മത്സരമല്ലേ? വിദ്യാഭ്യാസ രംഗത്തെ മത്സരം എന്താ? പടച്ചവനെ, 2 പെണ്ണുങ്ങൾ, ഒരാണും ഒരു പെണ്ണും വിവാഹം കഴിച്ചു. ഒരു കാർട്ടൂൺ വായിച്ചത് ഓർക്കുകയാണ് ഞാൻ. ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ കാർട്ടൂൺ ആദ്യ രാത്രി എന്ന് എഴുതി വെച്ചാണ്. അതിൻ്റെ ആദ്യ രാത്രി ഇപ്പോൾ അനുഭവിച്ചവർക്കറിയാലോ എന്താ അന്നത്തെ രംഗന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാണുന്നത്. ഒരു പെണ്ണ് ഒരു മൂലയിൽ താടി കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കണം, മറ്റോ അപ്പുറത്തെ ഒരു സ്റ്റൂളുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു അടിക്കുറിപ്പ്, ഇവർ 2 പേരും ആലോചിക്കുന്നത് കുട്ടികളുണ്ടായാലും ഏത് നഴ്സറി ചേർക്കുന്ന ആദ്യ രാത്രി. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഇത്ര മത്സരമുണ്ട്. എന്നാൽ പുണ്യകരമായ അമൽ ചെയ്യുന്ന, സൽക്കർമ്മം ചെയ്യുന്നിടത്ത് എന്ത് മത്സരമുണ്ട്? ഭാര്യ ഭർത്താവും തമ്മിൽ. അത് പരിശോധിക്കണം. അതിന് പറ്റിയൊരു മാസം വന്നിരിക്കുന്നു. പാപമോചനം ഇല്ലാത്തവന് സ്വർഗപ്രവേശനമില്ല. പാപങ്ങൾ മുഴുവൻ കഴുകിക്കളയണം. അതിനൊക്കെ നമ്മൾക്ക് പ്രചോദനം കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അടിയുറച്ച ലക്ഷ്യബോധം ഉണ്ടാകണം.
സ്വർഗം കിട്ടണം, സ്വർഗം കിട്ടിയേ പറ്റൂ. അതിനാണ് പടച്ചവൻ നമുക്ക് ഈ ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു 4-5 കാര്യങ്ങൾ പരലോക സംബന്ധമായി ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഖുർആൻ തന്നെ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നെന്താണെന്നറിയോ? ഒന്ന് മാത്രം ഇപ്പം ഞാൻ പറയട്ടെ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾക്ക് എന്താണോ പടച്ചവൻ നൽകിയ വിഭവം എന്ന് പറഞ്ഞാൽ എന്താ? ആയുസ്, ആരോഗ്യം, സമ്പത്ത്, അറിവനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സൗകര്യം. ഇത് 5ഉം കൂടിയാലാണ്, അതാണ് മത്താഴ്, വിഭവം എന്ന് ഖുർആൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാ, വെറും സമ്പത്ത് മാത്രമല്ല. ഇത് നിങ്ങൾക്ക് നൽകപ്പെട്ടത് വ്യത്യസ്ത രീതിയിലാണ്. എനിക്കുള്ളതല്ല നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ളതല്ല നമുക്കൊക്കെ വ്യത്യസ്തമാണ്. പക്ഷേ നമുക്കൊക്കെ പോകാനുള്ള സ്വർഗം എന്നാ. അപ്പോൾ എന്ത് വേണം? എനിക്ക് എത്രയാണോ എൻ്റെ ശമ്പളം, എൻ്റെ വരുമാനം, എൻ്റെ ആരോഗ്യം, എൻ്റെ അറിവ്, എനിക്ക് കിട്ടിയ സൗകര്യം, അത് ഉപയോഗപ്പെടുത്തി ഞാൻ എൻ്റെ സ്വർഗം നേടിയിരിക്കണം. നിങ്ങൾക്ക് എത്രയാണോ തന്നാൽ നിങ്ങൾ നേടിയിരിക്കണം. നിങ്ങളെപ്പോലെ ഞാൻ ആവട്ടെ എന്ന് കരുതി നിന്നാൽ ഞാൻ നിങ്ങളെപ്പോലെ ആയിക്കൊള്ളണം എന്നില്ല, അതിൻ്റെ മുമ്പ് പോവാം. അങ്ങനെ പോയാലും എനിക്ക് എൻ്റെ സ്വർഗവും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗവും ഉറപ്പിക്കാൻ സാധിക്കണം. ഇങ്ങനെയാണ് സഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയത്. നിങ്ങൾ കണ്ടില്ലേ? പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആരോഗ്യമില്ലാത്ത രോഗിയാ, പട്ടിണി കടന്ന് രോഗിയായി പോയതാ. എന്തിനാ പട്ടിണി നടന്നത്? നമ്മൾക്ക് വേണ്ടി. ഇതിന് ഖുർആനും സുന്നത്തും പഠിക്കാൻ ഒരു പുരുഷായുസ് മുഴുവൻ മദീന പള്ളി ചെലവഴിച്ച മനുഷ്യനാ. പലപ്പോഴും ഭക്ഷണം കിട്ടാത്ത ദാരിദ്ര്യം കൊണ്ട്, പട്ടിണി കൊണ്ട് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ബോധം കെട്ട് വീഴാറുണ്ട് ഈ മനുഷ്യൻ. അത്ര പട്ടിണി സഹിച്ചതാ. അദ്ദേഹത്തിന് യുദ്ധത്തിന് പോകാൻ കഴിയില്ലല്ലോ, ആരോഗ്യമില്ലല്ലോ. അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത കഴിവെന്താ? മെമ്മറി പവർ, ഓർമ്മശക്തി. അതകൂടി ഉപയോഗിച്ച് ഖുർആനും സുന്നത്തും കാണാതെ പഠിച്ചു, നമുക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു ഹദീസിന്റെ ഗ്രന്ഥം മറിച്ചു നോക്കി, ഒരു പേജ് പോലും അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒന്നില്ലാതല്ല. നിങ്ങൾ നോക്കി, നമ്മൾ നിസ്കരിച്ച ഒരു കൂലിയ മനുഷ്യനില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ധൈര്യശാലിയാണ്, മുമ്പിൽ നിന്നാൽ മതി, ബേക്കുള്ളവർക്കൊക്കെ ധൈര്യമായി. അങ്ങനെ നിന്ന് കൊടുത്തു. ആ ധൈര്യം കൊണ്ട് അദ്ദേഹം സ്വർഗത്തിൽ പോയി. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നല്ല കയ്യക്ഷരം, ആ ഖുർആൻ എഴുതി വെച്ചു, അതുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിൽ പോയി. എന്താണോ പടച്ചവൻ നമുക്ക് നൽകിയത് അനുഗ്രഹം, അതുകൊണ്ട് നമ്മൾ നമ്മളെ പരലോകം തേടുക. ഇപ്പോൾ ഞാനൊരു സഹാബിയാന്ന് വിചാരിക്കും, ഞാൻ എൻ്റെ അയൽവാസിക്ക് ഒരു സമ്മാനം കൊടുത്തേക്കുക. എൻ്റെ കുട്ടി അവിടെ കൊടുത്തു. ആ അയൽവാസി അത് വാങ്ങി ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഒരു ആടിൻ്റെ തല എന്ന് പറഞ്ഞാൽ അറബി എത്ര നിസ്സാര. എന്താ കൊടുത്തേക്കാൻ കാരണം? ഇവിടെ വെക്കാൻ സ്ഥലം അല്ല, ഇവിടെ വെക്കാൻ സ്ഥലം ഇവിടെ ആവശ്യം അല്ല. അയൽവാസി വളരെ പ്രയാസത്തിലാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അവിടെ കൊടുത്തയച്ചതാ. അദ്ദേഹം ഇങ്ങനെ തുറന്നു നോക്കി ആലോചിക്കുക, അല്ല എൻ്റെ അയൽവാസി എന്തിനാപ്പത് എനിക്ക് കൊടുത്തയച്ചേ? എനിക്ക് കുറച്ച് പ്രയാസമുണ്ട് എന്ന് മൂപ്പർക്കറിയാം. ആ പ്രയാസം ഉപയോഗപ്പെടുത്തി അദ്ദേഹം സ്വർഗത്തിൽ പോവാ. അതല്ലേ? എന്നാ എനിക്കും വേണമല്ലോ ആ സ്വർഗം. ഞാനിപ്പോൾ നല്ലോണം കറി ഉണ്ടാക്കി തിന്നാൽ എനിക്ക് സ്വർഗം കിട്ടുമോ? ഇല്ല. എന്നെക്കാളും പ്രയാസപ്പെടുന്ന ഒരു അയൽവാസി അപ്പുറത്തുണ്ട്. ഇതാണ് കൊടുത്താൽ ഈ സാധനം കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടും. അപ്പൊ അയാളെ കുട്ടിയോട് പറയാം, മോനെ ആ കടലാസ് തന്നെ പോയി, ഞാൻ അമ്മക്ക് വേണ്ട, നമ്മളെക്കാളും പ്രയാസപ്പെടുന്ന ഒരു അയൽവാസി അപ്പുറത്തുണ്ട്, ഇതാടെ കൊടുത്തത്. അയാൾ തുറന്നു നോക്കിയിട്ട് അയാളും ആലോചിക്കണത് ഇങ്ങനെ തന്നെ, എന്തിനാ അപ്പൊ ഇത് എനിക്ക് കൊടുത്തയച്ചേ? ഇങ്ങനെ 6 വീട്ടിൽ കയറി ഇറങ്ങി 7ാമത് എൻ്റെ വീട്ടിൽ തന്നെ എത്തിനാ. ഇതാണ് വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. നിനക്കെന്താണോ പടച്ചവൻ നൽകിയത് അതുകൊണ്ട് നീ നിന്റെ പരലോകം തേടുക. സഹോദരങ്ങളെ, നമ്മൾക്ക് വിധിക്കപ്പെട്ടത് ഈ മണലാരണ്യമാണ്. നമ്മൾ കുറേ കാലം ഇവിടെ ഇങ്ങനെ നിന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സമ്പാദിച്ച് നാട്ടിൽ പോയിട്ട് വേണം നിസ്കാരം തുടങ്ങാൻ, അല്ലെങ്കിൽ വെറും ഖുർആനോത്ത് തന്നെ, അല്ലെങ്കിൽ പിന്നെ പള്ളിയിൽ നിന്ന് ഞാൻ അങ്ങ് പോകുന്നല്ല എന്നൊക്കെ തീരുമാനിക്കുക. എനിക്ക് വിധിച്ചത് ഈ മണലാരണ്യമാണോ? എന്റെ സ്വർഗം ഞാൻ ഇവിടുന്ന് തേടിക്കൊള്ളാം, ഇവിടുന്ന് നേടിക്കൊള്ളാം. എനിക്ക് നാട്ടിൽ പോയിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടായില്ല എന്ന് വരും. ഇപ്പോഴുള്ള അവസ്ഥ പരമാവധി ചൂഷണം ചെയ്യുക. എന്തൊരു നന്മ നമ്മൾക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയാലും പഴാക്കരുത്. വലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തദീഖ. ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ള നന്മ അതുപോലെ നിങ്ങൾ ഒഴിവാക്കി കളയാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു വിശുദ്ധ ഖുർആൻ. ഇതിന്റെ അർത്ഥം എന്ത് നന്മയാണോ ചെയ്യാൻ അവസരം കിട്ടുന്നത് അതാണ് ചെയ്ത് കളയും. അത് നാളെ പിന്തിക്കൊള്ളുന്നില്ല, മരിച്ചു പോകേണ്ട ആളുകളാണ് നമ്മൾ. ഞാൻ അവസാനിപ്പിക്കുക. കാല് കണങ്കാലുമായി ഇങ്ങനെ കൂടി പിരിഞ്ഞിട്ട് വേദന. ഒരു ശ്വാസം കിട്ടി, അടുത്ത ശ്വാസം കിട്ടാൻ സെക്കൻഡുകൾ നീണ്ട് മിനിറ്റിലേക്ക് അടുക്കുമ്പോണ്ടാകുന്ന പ്രയാസം എല്ലാം പങ്കുവച്ച സ്വന്തം ഭാര്യയോട് പോലും എൻ്റെ
ശാരീരിക വിഷമം എനിക്ക് പങ്കുവെക്കാൻ സാധിക്കാത്ത സന്ദർഭം, കടലിലെ വെള്ളം മുഴുവൻ കുടിപ്പിക്കപ്പെട്ടാലും തീരാത്ത ദാഹത്തിന് പകരം ഒരു ഗ്ലാസ്സിൽ കുറച്ച് കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് ഒരു ശീലയിൽ മുക്കി പീഞ്ഞ് ചുണ്ട് ഞാൻ നനച്ചു തരുന്നൊരവസരം. ഒരു മനുഷ്യന്റെ ഏറ്റവും നിസ്സഹായകമായ അവസ്ഥ ഏത്? ആയിഷ എന്ന പ്രവാചകന്റെ ചോദ്യം. ആയിഷ റളിയല്ലാഹു അൻഹ എനിക്കറിയില്ല, നാം മനസ്സിലാക്കിയോ, മരിക്കുന്ന സമയമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നിസ്സഹായകമായ അവസ്ഥ. സഹോദരങ്ങളെ, അവിടെ ഒരു ഖേദം നമുക്കുണ്ടാകും. പടച്ചോനെ, പരാജയപ്പെട്ടു പോയി, എന്റെ ജീവിതത്തിന്റെ ശേഷമുള്ള ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് സമ്പാദിച്ചു വെച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന സന്ദർഭം. സഹോദരങ്ങളെ, അവിടെ അങ്ങനെ ഒരു ഖേദം ഉണ്ടാവാൻ പാടില്ല. പരലോകത്തെ ഖേദം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുമായിരുന്ന ഒരു നന്മ നിങ്ങൾ ചെയ്തു, ഞാൻ ചെയ്തില്ല. അങ്ങനെ പരലോകത്ത് നമ്മൾ രണ്ടാമതെത്തി. അത് നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ പ്രതിഫലവുമായി പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന സങ്കടം, അതാണ് പരലോകത്തെ ഏറ്റവും വലിയ ഖേദം. പടച്ചവനെ, എന്നെ ഒന്ന് ലേശം കൊണ്ട് മടക്കിക്കൊണ്ടാൽ ഞാൻ ഒഴിവാക്കി കളഞ്ഞ് ഒരുപാട് നന്മ ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം. അതങ്ങനെ പറയും മരക്കടെ, അതോനങ്ങനെ പറയണം, പറഞ്ഞില്ലെങ്കിൽ അത്ഭുതം, നിങ്ങൾ ആത്മാവിനോട് പിടിച്ചോട് എന്ന് അല്ലാഹു കളിയാക്കിക്കൊണ്ട് പറയുന്ന സന്ദർഭം. ഒരു ഖേദമില്ല. സ്വർഗത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ ഇരിപ്പിടം കണ്ടുകൊണ്ട് മരിച്ചു പോകാൻ സാധിക്കും. ഭൗതിക ജീവിതത്തിൽ ഒരുപാട് നഷ്ടം സംഭവിക്കുന്നവനാണ് ഒരു പ്രവാസി. എനിക്ക് നഷ്ടപ്പെടുന്നത് എന്ത് എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്തവനാണ് ഒരു പ്രവാസി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സഹതാപം അർഹിക്കുന്ന ഒരു വിഭാഗമാണ് ഗൾഫിലെ തൊഴിലാളികൾ. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ പരലോകത്ത് തിരിച്ചു പിടിക്കാൻ സാധിക്കണം. 10-15 കൊല്ലം വിവാഹം കഴിച്ച് 5-6 മാസം മാത്രം കുടുംബജീവൻ നയിച്ച പലരും ഈ സദസ്സിലുണ്ട്. അവർക്ക് ശാശ്വതമായ സ്വർഗീയമായ കുടുംബജീവിതം ലഭിക്കണം. ഒരു വീടിന്റെ സ്വപ്നവുമായി ഈ ഭൂമിയിൽ വന്ന് വർഷങ്ങളായിട്ട് ഒരു വീട് വെക്കാൻ പോലും സാധിക്കാത്ത സാധാരണ പ്രവാസി, അവർക്ക് സ്വർഗത്തിന് വലിയ വീട് ലഭിക്കണം. ദുനിയാവിൽ നഷ്ടപ്പെട്ട എല്ലാ സുഖ സൗകര്യങ്ങളും സ്വർഗീയമായി നേടിയെടുക്കുവാനുള്ള ശക്തമായ പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാവണം. ഒരിക്കലും ഖേദിക്കുന്ന നഷ്ടപ്പാളിയായി പരലോകത്തെത്തുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഡിസംബർ 1 മുതൽ 15 വരെ ഏഷ്യൻ ഗെയിംസ് വരുന്നു. ആരാ അറിയാത്തത്? തോന്നല് എല്ലാവരോടും വെട്ടിപ്പിടിച്ചില്ല, എല്ലാവരും ഒരു മനുഷ്യത്വമൊന്നും അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കണ അറിഞ്ഞില്ല. ഡിസംബർ 1 മുതൽ കുറെ ആള് എന്താ ഇപ്പൊ ഇവിടെ ചോദിച്ചങ്ങൾ എന്താ പറയുക, ഏത് അടുപ്പിലെഴുതി ഇത്ര കാലം ഈ ജാതി ഒരു സംഭവം നാട്ടിലുണ്ടായിട്ട് ഏത് അടുപ്പിലെഴുതി ഞാൻ എഴുതി ഖുർആൻ ചോദിക്കുക. ഇതിനെ പറ്റിയൊക്കെ നീ ദുനിയാവിലെ ഗഫലത്തിലായിരുന്നു അല്ലേ? ഗഫലത്ത് പറഞ്ഞാൽ അപ്പം പറയാനാണല്ലോ വൃത്തി. ഓരോ ഗഫലത്ത് എന്തിനു പോകുന്നത് ആ ചങ്ങായി എന്ന് കേട്ട് നമ്മൾ ചോദിക്കാറില്ല ചില ആളുകളെ പറ്റി. ഒരുതരം ഗഫലത്ത്, ആ ഗഫലത്ത് അശ്രദ്ധ. എനിക്ക് മരണം ഉണ്ടാവും, ഖബറുണ്ടാവും. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. 6 അടി മണ്ണിലേക്ക് നമ്മുടെ ശരീരം ഇങ്ങനെ താഴ്ത്തിയാണ്ട് വെച്ചു, ചെരിഞ്ഞ് കിടക്കാൻ മാത്രം വീതി. എന്നിട്ട് അതിന്റെ മുകളിൽ 7 കല്ലിനത് വാങ്ങി അവസാനമായി എന്റെ ഭാര്യയും മക്കളും കുടുംബക്കാരും എനിക്ക് തരുന്നത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറാ എന്ന് പറഞ്ഞിട്ട് 3 പിടി മണ്ണ്. പിന്നെ എല്ലാവരും കൂടി മണ്ണാട് നീക്കിയിട്ടും മണ്ണ് കൊണ്ട് കുമ്പാരമായിട്ടുള്ള കബറിന്റെ രൂപം വന്നു. ഒരു ചെടി ഇങ്ങനെ കുത്തിച്ച് വെള്ളം പാർന്നു. അതിന്റെ ഉള്ളിൽ ഇരുട്ടെത്രയാ? ആ കബറ് മൊസൈക്കിടാൻ സാധിച്ചോ? ആ കബറിൽ മർക്കുരി ബൾബ് സ്ഥാപിക്കാൻ സാധിച്ചോ? ആ കബറിൽ ഒരു ആശ്വാസമായ ഒരു കൂട്ടുകാരിയെ നേടാൻ സാധിച്ചോ? ആ കബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനം സംഘടിപ്പിക്കാൻ സാധിച്ചോ? സഹോദരന്മാരെ, എന്താ വെയിൽ? നിങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോ എല്ലാവരും നമ്മുടെ വെയിൽ വളരെ കുറവാണ്. എനിക്ക് ഭയങ്കര വെയിലായിട്ടാണ്. ഇതിനേക്കാൾ എത്രയാ ചൂട് പരലോകത്ത്? കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, സൂര്യന്മാർ ഒരു ചാണകത്തിൽ നിന്ന് കത്തിയെറിയും. അതിന്റെ ചൂട് എത്രയാ? ആ ചൂട് രക്ഷപ്പെടാൻ ആക്ഷന്റെ തടം ലഭിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിലാവാൻ സാധിച്ചോ? പരലോകത്ത് അള്ളാഹുവിന്റെ വിചാരണ നേരിടാൻ ആർക്ക് ധൈര്യമുണ്ട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ, ലാ തുഖ്സിനി യൗമ യുബ്അഥൂൻ, പടച്ചോനെ പരലോകത്ത് നീ എന്നെ അപമാനിക്കരുത്. എന്താ അപമാനം? യൗമ തുബ്ലസ് സറായിർ, എന്റെ നിങ്ങളിൽ രഹസ്യം കോടിക്കണക്കിന് മനുഷ്യന്മാർ മുമ്പിൽ വെച്ച് പടച്ചവൻ കൊടയും. എന്തിന് നിങ്ങൾ രാവും പകലും? ഞാൻ ചോദിക്കേണ്ട, വിവാഹത്തിന് മുമ്പുള്ള നിങ്ങളുടെ ജീവിതം, വിവാഹത്തിന് മുമ്പുള്ള എന്റെ നിങ്ങളുടെ ജീവിതം ഒരു പുസ്തകമാക്കിയാൽ സ്വന്തം ഭാര്യയ്ക്ക് വായിക്കാൻ കൊടുക്കാൻ പറ്റുമോ? ജീവിതം മുഴുവൻ പടച്ചോൻ അങ്ങനെ കൊടയാണ്. അതുകൊണ്ട് പടച്ചോനെ അപമാനം
പ്രവർത്തിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, മരണശേഷമാണല്ലോ സഹോദരങ്ങളെ നമ്മൾ ഒറ്റക്കാണുന്നത്. എവിടെ ദുനിയാവിൽ ഒരിക്കലും ഒരാളും ഒറ്റക്കല്ല. ചില ആളുകൾ പറയും ഞാൻ ഒറ്റക്കാണ്, ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നതൊക്കെ. ഒന്ന് നടന്നോടെ വഴി ഉണ്ടാക്കിയതാ, ഒന്ന് നിൽക്കുന്ന വീട് ഉണ്ടാക്കിയതാ, ഒന്ന് ധരിക്കുന്ന വസ്ത്രം ഉണ്ടാക്കിയതാ. അല്ല, ഒരിക്കലും ദുനിയാവിൽ ആരും ഒറ്റക്കല്ല. എന്നാൽ മരണത്തോടുകൂടി നമ്മൾ ഒറ്റക്കാവും. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 5 കാര്യം 5 വിഭാഗം കൊണ്ടുപോകുന്ന മരണം ഒരു കൊള്ളയടിയാണ്. മരണം ഒരു കൊള്ളയടിയാണ്. നിങ്ങൾ മരിക്കാൻ കാത്തിക്കാൻ ഉപയോഗിക്കാൻ നിങ്ങളുടെ വാച്ച്, നിങ്ങളുടെ ഷൂ, നിങ്ങളുടെ പാന്റ്, നിങ്ങളുടെ കുപ്പായ, നിങ്ങളുടെ ബെൽറ്റ്, നിങ്ങൾക്ക് എന്താ കിട്ടുക? 3 തുണി. കൊള്ളയടി മനസ്സിലായോ? പിന്നെ നിങ്ങൾക്ക് എന്തുണ്ട്? മനുഷ്യൻ മരിച്ചാൽ അമ്മാവുണ്ടോ, സമ്പത്ത് അനന്തരാവകാശമുണ്ടോ? എനിക്കും നിങ്ങൾക്കും ഉണ്ടാവരുത് നമ്മൾ ചെയ്ത അമലുകൾ മാത്രം. ഈ അമല് നല്ല പ്രവർത്തനം സംഘടിപ്പിച്ച് സ്വർഗത്തിലെ മെമ്പറായി മാറാൻ അല്ലാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാൻ മാസം പരമാവധി ഉപയോഗപ്പെടുത്തി റമളാൻ അവസാനിക്കുമ്പോൾ സ്വർഗം നേടുന്ന, നരകമോചനം സമ്പാദിക്കുന്ന യഥാർത്ഥ നോമ്പുകാരിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ വന്ന ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും മുഴുവൻ സത്യവിശ്വാസികളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജോലിയിലും കച്ചവടത്തിലും ജീവിത ഉപാധികളിലും കുടുംബജീവിതത്തിലും അല്ലാഹു ഖൈറും ബർക്കത്തും പുരോഗതിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ ഉണ്ടാവാൻ, ഇസ്ലാമികമായ കുടുംബജീവൻ നയിക്കാൻ, കുടുംബ സമേതം സ്വർഗത്തിൽ കടക്കാൻ പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم.